ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ഓരോന്നോരോന്ന് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസിൽ നിന്നും നമ്മൾ കവർ ചെയ്ത് പോയതായിട്ടാണ് കാണുന്നത്. പിന്നെ ആ പ്രോഗ്രാമിന്റെ ഒരു കേസിനകത്ത് മാത്രമാണ് കുറച്ച് വ്യത്യാസമുള്ളൂ. നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻസ് ഒന്നും കൂടെ നോക്കണം എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നോ? നമ്മള് കവർ ചെയ്ത് ഒരു നേരത്തെ പോർഷൻ ടോപ്പിക്കിന്റെ ഭാഗം അല്ലാതെ പുറത്തുനിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്താന്നുള്ളത് കേട്ടോ. ജനറൽ ഐഡിയ നമുക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ സർവീസ്, സെർവർ, സ്റ്റോറേജ്, ഡേറ്റാബേസ്, നെറ്റ്വർക്ക് അങ്ങനെയുള്ള എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നേച്ചറാണ് നമ്മുടെ ഇന്റർനെറ്റ്. ത്രൂ ഇന്റർനെറ്റ് വഴി നമുക്ക് ഈ സ്റ്റോറേജും ഡേറ്റാബേസും ഒക്കെ സോഫ്റ്റ്വെയർസ് അങ്ങനെ ഉൾപ്പെടെ സാധനങ്ങൾ നമുക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നുള്ള രീതിയിൽ പറയാം. അപ്പം നോർമലി ആ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചെടുക്കാറുണ്ട്. ടൈപ്സ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയാതെ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്നുള്ള രീതിയിലാണ് എടുക്കാറ്. അപ്പോൾ ഇതിനകത്ത് ടോപ്പിക്കിൽ അല്ലെങ്കിൽ ടെക്സ്റ്റിനകത്ത് വരാത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ജനറൽ ടോപ്പിക് ആയിട്ട് കണ്ടുവരണം ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. അതായത് എന്താണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നുള്ളതിനെ കുറിച്ചുള്ളത്. ചെറിയ മാർക്കിനായിട്ട് ഷോർട്ട് നോട്ട്സ് എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഇതിനെക്കുറിച്ച് ചോദിച്ചിരിക്കുന്നത്. അല്ലാതെ അതിന്റെ ലെങ്തി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്തില്ല. അപ്പം ക്ലൗഡ് കമ്പ്യൂട്ടിംഗിന്റെ ഡെഫിനേഷൻ കൊടുക്കുക. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഈസ് എ ടെക്നോളജി that delivers computing services such as servers, storage, databases, networking, software, analytics and intelligence over internet. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കുന്നത്. ത്രൂ ഇന്റർനെറ്റ് വഴി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസുകളാണ് നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനകത്ത് എടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഫാസ്റ്റർ ആൻഡ് ഫ്ലെക്സിബിൾ യൂസേജ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പൊ ടൈപ്പാണ് പിന്നെ ചോദ്യം വരാറുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ നമ്മുടെ പബ്ലിക് എക്സാംസിനൊക്കെ ചോദിക്കാറുള്ള കാര്യങ്ങളാണ്. ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ഭാഗമല്ലാത്ത സർവീസ് ഏതാണെന്നാണ് പൊതുവെ ചോദിച്ചു കണ്ടിരിക്കുന്നത്. അപ്പൊ ടൈപ്സ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ അതിനകത്ത് അല്ലാത്തതാണ് 4 ഓപ്ഷൻസിനകത്ത് വരുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് IaaS എന്നുള്ള രീതിയിൽ വരുന്നത് ക്ലൗഡിന്റെ ഭാഗമാണ്. പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് എന്ന് പറയുന്നത് PaaS എന്ന് പറയുന്നത് ക്ലൗഡിന്റെ ഭാഗമാണ്. സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് SaaS എന്ന് പറയുന്നതും സർവീസ് ആണ്. അതല്ലാതെ ഒരു ടേം ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അല്ലാതായിട്ട് നമ്മൾ എടുക്കാറ്. അപ്പം ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് എന്നുള്ളതെങ്കിൽ പ്രൊവൈഡ് കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ് ലൈക്ക് സെർവർ, സ്റ്റോറേജ് ആൻഡ് നെറ്റ്വർക്കിംഗ്. പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് എന്ന് പറയുമ്പോൾ പ്രൊവൈഡ്സ് എ പ്ലാറ്റ്ഫോം ഫോർ ഡെവലപ്പിംഗ്, ടെസ്റ്റിംഗ് ആൻഡ് ഡിപ്ലോയിങ് ആപ്ലിക്കേഷൻസ്. സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് മീൻസ് പ്രൊവൈഡ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ഓവർ ദ ഇന്റർനെറ്റ്. അപ്പം ഈ ഒരു കേസാണ് നമ്മൾ നോക്കുന്നത്. അതിനകത്ത് ചെറിയ മാർക്കിനെ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ ആ സർവീസസിനെ കുറിച്ച് 3 തരം സർവീസിനെ കുറിച്ച് അറിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഇത് കഴിഞ്ഞ് എഴുതുന്ന നമ്മൾ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ട് എക്സാംസുകൾ വരുമ്പോൾ അതിനകത്ത് ഈ ഒരു ഡിഫറൻസിയേഷനെ കുറിച്ച് അറിയണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഫ്രീക്വന്റ് ആയിട്ട് വന്ന സംഗതിയാണ് നെയിം സെർവേഴ്സിനെ കുറിച്ചുള്ളത്. എന്താണ് നെയിം സെർവർ എന്നുള്ള രീതിയിൽ നമ്മൾ DNS എന്ന് പറഞ്ഞ രീതിയിൽ എടുത്തായിരുന്നല്ലോ. അത് തന്നെയാണ് നമ്മൾ നെയിം സെർവേഴ്സ് എന്നുള്ള രീതിയിൽ. നെയിം സെർവേഴ്സ് ആർ കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് സ്റ്റോർ ഇൻഫർമേഷൻ അബൌട്ട് ഡൊമൈൻ നെയിംസ്. ഓക്കെ, ഡൊമൈൻ നെയിംസ് ആൻഡ് their corresponding IP addresses. അതിന്റെ ടൈപ്സ് ഓഫ് നെയിം സെർവേഴ്സ് അത് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് നെയിം സെർവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് പ്രൈമറി, സെക്കൻഡറി രീതിയിൽ ചോദിക്കും. അതുപോലെ അല്ലാതെ തന്നെ നമുക്ക് എഴുതാനാണെങ്കിൽ ജനറൽ കാറ്റഗറൈസേഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ റൂട്ട് നെയിം സെർവേഴ്സ്, ടോപ്പ് ലെവൽ ഡൊമൈൻ സെർവേഴ്സ്, അതേപോലെ തന്നെ അതോറിറ്റേറ്റീവ് നെയിം സെർവേഴ്സ്. ഇങ്ങനെ 3 നേച്ചറാണ്. നമ്മൾ എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്നത്? ആ ആക്ടിവിറ്റിക്കകത്ത് നമ്മൾ പറയുന്ന കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഇൻവോൾവ് ആകുന്ന 3 സെർവർ നെയിംസുകളാണ് ടൈപ്സ് ഓഫ് നെയിം സെർവേഴ്സ് എന്നുള്ള രീതിയിൽ സ്പെസിഫൈ ചെയ്യേണ്ടത്. ഓക്കെ,
അപ്പം റൂട്ട് നെയിം സെർവർ എന്താണെന്ന് ഡെഫിനിഷൻ കൊടുക്കുക. അതുപോലെ തന്നെ അതിനുശേഷം അതിന് കാറ്റഗറൈസ് ചെയ്ത് പറയാം. ക്വറി അനാലിസിസ് ആണ് നോർമലി നമ്മൾ കൊടുക്കുന്നത്. ക്വറി അനാലിസിസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹോസ്റ്റ് നമുക്ക് വേണ്ട സൈറ്റ് ആണോ അല്ലെങ്കിൽ നമ്മുടെ സർവീസ് എന്താണോ അത് എങ്ങനെ ആക്സസബിൾ ആകും, അതിന്റെ ഒറിജിനൽ ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ഇവിടെ വേണ്ടി വരുന്നത്. അപ്പം ടൈപ്സ് ഓഫ് സർവീസസിനെ കുറിച്ച് നെയിം സെർവേഴ്സിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു വെക്കണം. അപ്പൊ റൂട്ട് നെയിം സെർവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദറ്റ് ഈസ് DNS തന്നെയാണ് നമ്മൾ റൂട്ട് നെയിം സെർവർ എന്നുള്ള രീതിയിൽ. ദീസ് ആർ ദ ടോപ്പ് ലെവൽ സെർവേഴ്സ് ദാറ്റ് കോർഡിനേറ്റ്സ് ദ ഗ്ലോബൽ ഡൊമൈൻ നെയിം സിസ്റ്റം. ഓക്കെ, ദെൻ TLD എന്ന് പറയുന്ന ഒരു കാറ്റഗറി നോക്കിയായിരുന്നു, ടോപ്പ് ലെവൽ ഡൊമൈൻസ്. അതിന്റെ പാസേജ് ആദ്യം കൊടുക്കുന്നത് എങ്ങനെയാണ്, നമ്മളൊരു വെബ് പേജ്, ഇപ്പൊ ഫേസ്ബുക്കിന്റെ വെബ് പേജോ അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും നമ്മൾ വെബ് പേജ് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുകയാണ്, ആദ്യം നമ്മുടെ IP ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ഈ DNSന്റെ ഹെൽപ്പോട് കൂടിയാണ് പോകുന്നത് എന്നുള്ള സീക്വൻസ് നമ്മൾ നോക്കിയായിരുന്നു. അതിൽ വരുന്ന നമ്മൾ നമ്മുടെ ഡൊമൈൻസുകളെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. .com, .org, .edu, .net എന്നൊക്കെ പറഞ്ഞ് ഗ്രൂപ്പ് ചെയ്ത് വരൂല. ആ ഗ്രൂപ്പ് ചെയ്തതിനെ സ്റ്റോർ ചെയ്യുന്ന സെർവേഴ്സിനെയാണ് നമ്മൾ ടോപ്പ് ലെവൽ ഡൊമൈൻ എന്നുള്ള രീതിയിൽ എടുക്കുക. അപ്പം ദീസ് സെർവേഴ്സ് ഹാൻഡിൽ ഡൊമൈൻ നെയിംസ് ലൈക്ക് .com, .org and .net. ഇതിൽ നിന്നാണ് വീണ്ടും എക്സാക്ട് ലൊക്കേഷനിലേക്ക് നമ്മൾ എവിടേക്കോ അതോറിറ്റേറ്റീവ് നെയിം സെർവേഴ്സിലേക്ക് പോവാം. ദീസ് സെർവേഴ്സ് ആർ സ്പെസിഫിക് ടു എ പെർട്ടിക്കുലർ ഡൊമൈൻ ആൻഡ് പ്രൊവൈഡ് ദ IP അഡ്രസ് ഫോർ ദ ഡൊമൈൻസ് ഹോസ്റ്റ്. നമ്മൾ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ഡൊമൈൻ വാല്യൂ, ഹോസ്റ്റിന്റെ ഡൊമൈൻ ഏതാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP വാല്യൂ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരിക എന്നുള്ളതാണ് ഈ ഒരു ഫംഗ്ഷൻ വഴി കിട്ടുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സെർവറിന്റെ പർപ്പസ്. പിന്നെ ഇതിനകത്ത് ഒരു ജനറൽ ക്വസ്റ്റ്യൻ ചോദിച്ചു, നമുക്ക് ഇത് ഇങ്ങനെ പഠിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ നമുക്ക് അറിയാവുന്ന, ഡു പോർട്ട് അഡ്രസ്സസ് അറ്റ് ട്രാൻസ്പോർട്ട് ലെയർ നീഡ് ടു ബി യൂണീക്, വൈ ഓർ വൈ നോട്ട്, വൈ ആർ പോർട്ട് അഡ്രസ് ഷോർട്ടർ ദാൻ IP അഡ്രസ്. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ് പോർട്ട് അഡ്രസ്സുകൾ യുണീക്ക് ആവേണ്ട കാര്യമുണ്ടോ, ട്രാൻസ്പോർട്ട് ലെയറിൽ യുണീക്ക് ആവേണ്ട കാര്യമുണ്ടോ, ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്, അതിന്റെ പോർട്ട് അഡ്രസ് എന്ന് പറയുന്ന IP അഡ്രസ്സിനെക്കാട്ടിലും ചെറുതാവാനുള്ള കാരണം എന്താണെന്നൊക്കെ. ഇതെല്ലാം നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാകുന്നതിനെ വെച്ച് ജനറൽ ഐഡിയയിൽ എഴുതേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. സ്വാഭാവികമായിട്ട് നമുക്കറിയാം പോർട്ട് അഡ്രസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സർവീസ് നമ്മുടെ പ്രോസസ്സിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ, കാരണം ഒരു ഹോസ്റ്റിൽ നിന്ന് തന്നെ ഒന്നിൽ കൂടുതൽ സർവീസ് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. അപ്പം ഏതിലേക്കും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പോർട്ട് അഡ്രസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, 16 ബിറ്റ്, അപ്പോൾ കുറഞ്ഞതായിരിക്കും. IP അഡ്രസ്സിനേക്കാൾ നമ്മുടെ അഡ്രസ്സിനേക്കാൾ കുറഞ്ഞ രീതിയിലാണ് നമ്മൾ എടുക്കാറ്. IP അഡ്രസ്സിന്റെ നമ്മൾ 32 ബിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടല്ലേ നമ്മൾ പോകുന്നത്. അപ്പൊ ഉറപ്പിച്ചു പറയാൻ, പോർട്ട് അഡ്രസ് അറ്റ് ട്രാൻസ്പോർട്ട് ലെയർ നീഡ് ടു ബി യൂണീക് വിത്തിൻ എ സ്പെസിഫിക് ഹോസ്റ്റ് ബിക്കോസ് എന്താണ്, ടു ഡിസ്റ്റിംഗ്വിഷ് ദ സർവീസസ്. പോർട്ട് അഡ്രസ്സിൽ ഇതിനേക്കാളും ചെറുതാണെന്ന് ഉറപ്പിച്ചു പറയണം. പിന്നെ അടുത്തൊരു ജനറൽ നമ്മൾ ഇതിൽ ചെയ്യേണ്ടി അല്ലെങ്കിൽ ചെയ്ത് നോക്കാതെ പോയില്ലെങ്കിൽ അതിനകത്ത് കവർ ചെയ്യാത്ത ഒരു കേസാണ് ഹൗ TCP ചെക്സം ഈസ് കമ്പ്യൂട്ടഡ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ചെക്സം കാൽക്കുലേഷൻസ് നമ്മൾ എറർ ഹാൻഡ്ലിംഗ്, എറർ ഡിറ്റക്ഷൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിൽ എന്തൊക്കെ രീതിയിലാണ് ചെക്സം കാൽക്കുലേഷൻ നടത്താനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഹെഡർ ക്രിയേഷൻ നമുക്ക് ഉണ്ടാവുമല്ലോ, ഇത് നമ്മുടെ മാക്സിമം ലെങ്തിനെ കുറിച്ചൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനകത്ത് നോർമലി നമ്മുടെ സോഴ്സ് അഡ്രസ്സും ഡെസ്റ്റിനേഷൻ അഡ്രസ്സ്, പ്രോട്ടോകോൾ നമ്പർ ഉൾപ്പെടെയുള്ള ഏത് വേർഷനിനകത്താണ് നമ്മൾ പോകുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെയുള്ള കാര്യമാണ് നമ്മൾ അതിനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഈ ഹെഡർ നമ്മുടെ
ഫസ്റ്റ് എറർ ഹാൻഡ്ലിങ്ങിനകത്ത് പോകുന്ന ജനറൽ ഇൻഫർമേഷൻസുകളെല്ലാം അതിനകത്ത് ഉൾപ്പെടാം. അതിനുശേഷം വരുന്ന ബാക്കിയുള്ള 16-bit വേർഡ്സ് സമ്മറി, അതിനകത്ത് നമ്മൾ ഓരോരോ എത്ര ബിറ്റുകൾ ഓരോന്നിനും വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്ത് പോയിട്ടുണ്ടല്ലോ, അതിനകത്തെ ആ 16-bit വേർഡ്സ് ആണ് നമ്മൾ സം ചെയ്യാനായിട്ടിരിക്കുന്നത്. അതിനുശേഷം വരുന്ന ക്യാരി, നമ്മൾ എനി ഹാരി ജനറേറ്റഡ് ഫ്രം ദ അഡീഷൻ ഈ ആഡഡ് ബാക്ക് ടു ദ സം. അപ്പൊ അതിനുശേഷം നമ്മൾ അതിന്റെ കോംപ്ലിമെന്റ് എടുക്കുക ചെയ്യുന്നത്. വൺസ് കോംപ്ലിമെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യും. വൺസ് കോംപ്ലിമെന്റ് കൗണ്ട് ഔട്ട് ചെയ്തിട്ടാണ് ചെക്സം ഫീൽഡിലേക്ക് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ ഹെഡറിനകത്ത് വരുന്ന വാല്യൂസുകളെല്ലാം തന്നെ ആഡ് ചെയ്ത്, അപ്പൊ അതിനകത്തൊരു ഓപ്ഷൻസ് എന്ന് പറയാം. ആ ഹെഡർ ലെങ്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഓപ്ഷൻ വാല്യൂ നമുക്ക് വേണോ വേണ്ടോ എന്നൊക്കെ നോക്കുന്നത്. അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ ചെക്സം കാൽക്കുലേഷൻസിലേക്ക് പോകുന്നത്. സബ്നെറ്റ് മാസ്കിങ്ങിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗിനകത്ത് ജസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ കണ്ട ഒരു വാട്ട് ഈസ് എ ഡിഫോൾട്ട് മാസ്ക്, ഹൗ ഇറ്റ്സ് ഡിഫറെന്റ് ഫ്രം എ സബ്നെറ്റ് മാസ്ക്. ഇതില് ഡിഫോൾട്ട് മാസ്കിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എപ്പോഴും ഇത് ഈ ഓരോ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് ഇത് കമ്പൽസറി ആയിട്ട് പഠിച്ചു വെച്ചേക്കും. കാരണം ഇതിന് മാറ്റമൊന്നുമില്ല. ഡിഫോൾട്ട് മാസ്കിന്റെ വാല്യൂസ് വേരിയേഷൻ ഒരിക്കലും വരുന്നതല്ല. പിന്നെ ഇതിനകത്ത് സബ്നെറ്റ് മാസ്കിന്റെ കേസാണ് നമ്മൾ എങ്ങനെ സബ്നെറ്റ് മാസ്കിങ്ങിന്റെ ആവശ്യകത എന്താണെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, നമ്മൾ ഒരു IP ഒരു നെറ്റ്വർക്ക് ID എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒന്നിൽ കൂടുതൽ അഡ്രസ് ഡിഫറെന്റ് ഡിവൈസസുകൾക്ക് വേണ്ടി സെപ്പറേറ്റ് IP ഉണ്ടാക്കുന്നില്ല. ആ നെറ്റ്വർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്പർ ഓഫ് ഡിവൈസസ് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഇപ്പൊ നോർമലി ഒരു IPക്ക് 2 പോർഷൻസ് ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുന്നുണ്ടല്ലോ. നെറ്റ്വർക്ക് ID ഉണ്ടായിരിക്കും, ഹോസ്റ്റ് ID ഉണ്ടായിരിക്കും. ഈ ഹോസ്റ്റ് ഐഡിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹോസ്റ്റ് ID ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഹോസ്റ്റ് ID ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമ്മൾ എടുക്കുന്ന സമയത്ത് മാക്സിമം 256 എടുക്കുന്നത് 254 വരെ നമ്മൾ യൂസ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സീറോയും ലാസ്റ്റ് വാല്യൂ, സീറോ എന്ന് പറയുന്നത് നെറ്റ്വർക്കിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടും ബാക്കി ലാസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ബ്രോഡ്കാസ്റ്റ് വാല്യൂ ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം IP അഡ്രസ് തന്നു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് സബ്നെറ്റ് മാസ്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടു ഫൈൻഡ് ദ സബ്നെറ്റ് മാസ്ക് അഡ്രസ് we need to perform a bitwise AND operation between the IP address and the subnet mask. ഇത് ഈ ഒരു കാൽക്കുലേഷൻ പല പ്രാവശ്യം വരുന്ന ഒരു കേസാണ് കേട്ടോ. എങ്ങനെയാണ് നമ്മൾ അഡ്രസ് കണ്ടുപിടിക്കുന്നുള്ളത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ എന്താണോ, IP അഡ്രസ് വാല്യൂ എന്താണോ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി വാല്യൂസ് നമ്മൾ കൺവേർഷൻ കൊടുക്കും. ബൈനറി വാല്യൂ കൺവേർഷൻ കൊടുക്കാൻ പഠിക്കും. നിങ്ങൾക്ക് 255 വരെയുള്ള നമ്പർ കോമ്പിനേഷൻസ് എങ്ങനെയാണ് ഓരോ പൊസിഷൻ എത്ര വന്നാലാണ് എത്ര വാല്യൂ വരുന്നത് എന്നുള്ളത് ജസ്റ്റ് പറയാം. 2⁻0 ആയിട്ടുണ്ടെങ്കിൽ 1 തൊട്ട് 2⁻2, 2⁻1 2, 2⁻2 4, 2⁻3 8 എന്നുള്ള ആ പൊസിഷൻ വാല്യൂ ബൈ ഹാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഈ പൊസിഷൻ ഈ ഒരു കൺവേർഷൻ നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് ആദ്യത്തെ കേസ് നമ്മൾ പറഞ്ഞാണ് ഒരു ഡെസിമൽ നമ്പറിൽ നിന്ന് എങ്ങനെയാണോ ബൈനറി കൺവേർഷൻ കൊടുക്കുക, അതേ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ട് ആ 4 ഒക്ടേറ്റ്സിനെ നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കാം. ആ 4 ഒക്ടേറ്റ്സിനെ കൺവേർട്ട് ചെയ്തതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സബ്നെറ്റ് മാസ്ക് നമ്മൾ എടുക്കുന്നത്. സബ്നെറ്റ് മാസ്ക് 255 ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എല്ലാ ബിറ്റും എന്തായിരിക്കും, 8 ബിറ്റുകളുടെ പൊസിഷൻ നമ്മൾ 1 സെറ്റ് ചെയ്ത് കറസ്പോണ്ടിങ് സബ്നെറ്റ് മാസ്ക് കിട്ടും. ഇനി ഇതിനെ രണ്ടും കൂടെ എന്താ ചെയ്യേണ്ടത്, ആൻഡ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ആൻഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ആ ലോജിക്കൽ ആൻഡ് ഓപ്പറേഷന്റെ ആ തിയറി തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. 0 എപ്പോഴാണ് 1 എന്ന് പറയുന്ന വാല്യൂ, 2 വാല്യൂസും 1 ആകുമ്പോൾ മാത്രമേ ആൻഡിനകത്ത് റിസൾട്ട് 1 ആവുള്ളൂ. അല്ലാത്ത ഏത് സിറ്റുവേഷനകത്താണെങ്കിലും റിസൾട്ട് 0 ആണ്. 0 1 0 1 0 0 0 0 0 1 1 മാത്രമായിരിക്കും നമുക്ക് എന്തായിട്ട് 1 ആയിട്ട് പ്രൊവൈഡ് കിട്ടുള്ളൂ, റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ എഴുതുന്ന സമയത്ത് ഇതേ ഈ ആൻഡ് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് പൊസിഷൻ വാല്യൂ തെറ്റാതെ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്ത്
തന്നിരിക്കുന്ന IP-ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മാസ്ക് കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മാസ്ക് കൊടുത്ത് അതിനെ ജസ്റ്റ് ആൻഡ് ഓപ്പറേഷൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ രണ്ടിടത്തും 1 വരുന്ന വാല്യൂസ് പൊസിഷൻസിൽ മാത്രം 1 ഇട്ട് കൊടുക്കും. അപ്പൊ ഈ ഒരു പൊസിഷൻ കാണുമ്പോൾ അറിയാം, ലാസ്റ്റ് ഏരിയ എടുക്കുമ്പോൾ 1 വരുന്നുണ്ടോ? ഈ 1 വരുന്ന ഏരിയയിൽ മാത്രമേ നമുക്ക് അതിന്റെ 1ന്റെ കേസ് വരുന്നുള്ളൂ. ഇനി ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് ഈ കിട്ടിയ വാല്യൂവിനെ വീണ്ടും തിരിച്ച് നമ്മൾ എന്താക്കും? നമുക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിന്റെ വാല്യൂ എത്രയാണ്. അപ്പൊ നമ്മൾ വീണ്ടും ഇതിനെ എന്ത് ചെയ്യുക? ബൈനറി ഡെസിമൽ കൺവേർഷൻ കൊടുത്തിട്ടായിരിക്കും നമ്മൾ മാസ്ക് വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. തിരിച്ചും അപ്പൊ നിങ്ങൾക്ക് ഈ അതിനകത്ത് എളുപ്പമുള്ള ഒരു കേസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വാല്യൂസ് എല്ലാം തന്നെ കോമൺ ആയിരിക്കും കേട്ടോ. പിന്നെ ലാസ്റ്റ് വരുന്ന ഒരു കേസ് മാത്രമേ നമുക്ക് വേരിയേഷൻ വരത്തുള്ളൂ. ഈ ഒരു പൊസിഷൻ ഏതാണോ 0 അല്ലാതെങ്കിൽ നമ്മൾ മാസ്ക് ചെയ്യാനായിട്ട് പോയതിനകത്ത് 0 വരുന്ന പൊസിഷൻ ഉണ്ടല്ലോ മാസ്ക് ഐഡിയിൽ, ആ ഒരു പൊസിഷൻ വാല്യൂ ബേസ് ചെയ്ത് മാത്രമായിരിക്കും നമുക്ക് വേരിയേഷൻസ് ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ കോമൺ ആയിട്ട് നല്ലത്, കാരണം ബാക്കിയെല്ലാം 1 1 1 വെച്ചിട്ട് വരുന്നല്ലേ. അതുകൊണ്ട് ആദ്യത്തെ ബാക്കി അതേ പൊസിഷൻ വാല്യൂ തന്നെ പ്രിസർവ് ചെയ്ത് പോകും. സബ്നെറ്റിന്റെ അഡ്രസ് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ്. ഈ ഒരു ഓപ്പറേഷൻ സ്കീമാണ് മനസ്സിൽ ഓർത്ത് വെച്ച് വെക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്. ആൻഡ് ചെയ്യുന്നതിന്റെ സ്കീമും അതിന്റെ തിരിച്ച് കൺവേർഷനും. നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റം 2023 അടുത്ത ക്വസ്റ്റിനകത്ത് നമ്മൾ NFSനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ബാക്ക്ഗ്രൗണ്ട് മൗണ്ടിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഡിസ്ക് മാനേജ്മെന്റ്, പിന്നെ സോക്കറ്റ് ഡിസ്ക്രിപ്റ്ററിന്റെ ഒരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് വരുന്ന വാല്യൂസിനെ കുറിച്ചുള്ള സോക്കറ്റ് ഡിസ്ക്രിപ്റ്റർ എന്ന് പറയുന്നത് ഫയൽ ഡിസ്ക്രിപ്റ്ററിന് സിമിലർ ആയിട്ടൊരു സാധനമാണ് സോക്കറ്റ് ഡിസ്ക്രിപ്റ്റർ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോക്കറ്റ് ബേസ് ചെയ്തുകൊണ്ടാണ്, സോക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആക്സസ് നെറ്റ്വർക്ക് ആക്സസിലേക്ക് പോകുന്നത്. അതിന്റെ സീക്വൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയതായിരുന്നു. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ക്ലാസ് സോക്കറ്റ് ഡിസ്ക്രിപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് വരുന്ന വാല്യൂസിനെ കുറിച്ചാണ് നമ്മൾ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ വാല്യൂസ് അതിനകത്ത് വരുമല്ലോ, അതിന്റെ ഡീറ്റെയിൽസ് ആണ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ സോക്കറ്റിൽ നിന്ന് നമ്മൾ ആദ്യം റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട് അങ്ങോട്ട് നമ്മുടെ ഓപ്പൺ ലിസ്റ്റ്, അതായത് നമുക്ക് ബൈൻഡ് അഡ്രസ് കൊടുക്കണം. ആദ്യം സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യണം, പിന്നെ സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ബൈൻഡിങ് എന്ന് പറയുന്ന പ്രൊസീജിയറിലേക്ക് പോകുന്നുണ്ടല്ലോ. അപ്പൊ അതിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്ന വാല്യൂസ് ആണ് ഈ കിടക്കുന്നത്. സോക്കറ്റ് ഫയൽ ഡിസ്ക്രിപ്റ്റർ എന്ന് പറയുന്ന സോക്കറ്റ് ഡിസ്ക്രിപ്റ്റർ ഇൻ ദിസ് ഫീൽഡ് shows the file descriptor associated with socket. It's a unique identifier used by the operating system to refer the socket. പിന്നെ അതിനകത്ത് ഉണ്ടാകുന്ന സ്റ്റേറ്റുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ സോക്കറ്റിന്റെ അവസ്ഥ ഒന്നെങ്കിൽ ക്ലോസ്ഡ് ആയിരിക്കും, ലിസണിങ് അല്ലെങ്കിൽ കണക്റ്റഡ് എന്ന 3 സ്റ്റേറ്റിൽ നമുക്ക് അതിനകത്ത് സ്പെസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അത് ഓപ്പറേഷൻ ഓരോ ഫേസസ് ഏതൊക്കെയെല്ലാം റേഞ്ചിൽ കംപ്ലീറ്റ് ചെയ്ത് ആക്ടിവിറ്റീസ് എന്താണോ നടക്കുന്നത് അതിനനുസരിച്ചാണ് ഈ സ്റ്റേറ്റിന്റെ മാനേജ്മെന്റ് നമ്മൾ നടത്തുന്നത്. കാരണം ദ സോക്കറ്റ് ഈസ് നോട്ട് കണക്റ്റഡ് ആൻഡ് നോട്ട് ലിസണിങ് ആണ് ക്ലോസ്ഡ് എന്നുള്ള സ്റ്റേറ്റസ് ആണ്. ലിസണിങ് ആണെങ്കിൽ ദ സോക്കറ്റ് ഈസ് ഇൻ എ ലിസണിങ് സ്റ്റേറ്റ് വെയിറ്റിംഗ് ഫോർ ഇൻകമിംഗ് കണക്ഷൻസ്. കണക്റ്റഡ് ആണെങ്കിൽ ഓൾറെഡി എന്താണ് കമ്മ്യൂണിക്കേഷൻ റെഡി ആയിരിക്കും. സോക്കറ്റ് ഈസ് കണക്റ്റഡ് ടു അനദർ സോക്കറ്റ്. ഇതിലെ 2 കാര്യങ്ങൾ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന സോക്കറ്റ് റിലേറ്റഡ് ആയിട്ട് ലോക്കൽ അഡ്രസ് ഉണ്ടായിരുന്നു, റിമോട്ട് അഡ്രസ് എന്ന് പറയുന്നത്. ദിസ് ഫീൽഡ് സ്റ്റോർസ് ദ ലോക്കൽ അഡ്രസ് ആൻഡ് പോർട്ട് നമ്പർ ഓഫ് ദ സോക്കറ്റ്. ദിസ് യൂസ് ടു ഐഡന്റിഫൈ ദ ലോക്കൽ എൻഡ് പോയിന്റ് ഓഫ് ദ കണക്ഷൻ. റിമോട്ട് അഡ്രസ്സിന്റെ ഇൻഫർമേഷൻസും വരും, കാരണം ദിസ് ഫീൽഡ് സ്റ്റോർസ് ദ റിമോട്ട് അഡ്രസ് ആൻഡ് പോർട്ട് നമ്പർ ഓഫ് ദ socket connected to the local socket. It's used to identify remote endpoint of the connection. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒന്ന് കൊടുക്കുന്നത് നമ്മൾ പറയുന്ന ബഫർ ലെങ്ത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാറുണ്ട്. ബഫർ ദിസ് ഫീൽഡ് റെപ്രസെന്റ് ദ ബഫർ യൂസ് ടു സ്റ്റോർ ഇൻകമിംഗ് ഡാറ്റ. ഇറ്റ്സ് എ ടെമ്പററി സ്റ്റോറേജ് ഏരിയ ഫോർ ഡാറ്റ റിസീവ്ഡ് ഫ്രം ദ നെറ്റ്വർക്ക്. മിനിമം ഇത്രയും വാല്യൂസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതുപോലെ 5 മാർക്കിന്റെ ക്വസ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ ഓരോന്നിനും ഓരോ മാർക്ക് എന്നുള്ള രീതിയിലായിരിക്കും ഇതിന്റെ സ്പെസിഫിക്കേഷൻ വരിക. ഇന്നത്തെ എല്ലാ ഡീപ് വാല്യൂസും അത് നമുക്ക് വേണ്ടത് കുറെ കാര്യങ്ങൾ മാത്രം എടുത്ത് പറഞ്ഞാൽ മതി കേട്ടോ.
അഡീഷണൽ കൺസിഡറേഷൻസ് ഇല്ലെന്നും കുഴപ്പമില്ല. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഹൗ ഡു കമ്പ്യൂട്ടേഴ്സ് ബിലോങ് ടു ഡിഫറെന്റ് നെറ്റ്വർക്ക്സ് എക്സ്ചേഞ്ച് മെസ്സേജ് എക്സ്പ്ലെയിൻ വിത്ത് ഹെൽപ്പ് ഓഫ് ഡയഗ്രാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിനെ ജനറൽ ഐഡിയയിലൂടെ മെസ്സേജ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ TCP IP ഏത് മോഡിലാണോ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പോകുന്നത് അതിനെ എൻകാപ്സുലേറ്റ് ചെയ്യുക, നെറ്റ്വർക്ക് ഇന്റർഫേസ് ആൻഡ് ഫിസിക്കൽ മീഡിയ സ്പെസിഫൈ ചെയ്യുക, നെറ്റ്വർക്ക് ട്രാൻസ്മിഷൻ IP ആൻഡ് TCP ഡീകാപ്സുലേഷൻ വേണം, മെസ്സേജ് ഡെലിവറി. ഇതിനകത്ത് പറഞ്ഞു പഠിപ്പിക്കേണ്ട രീതികൾ എന്താണെന്നുള്ളത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല കേട്ടോ. ഗുഡ് ഈസ് കേർണൽ ഇനീഷ്യലൈസേഷൻ പ്രോസസ് എന്നുള്ളത് ഇനീഷ്യലൈസേഷൻ ഇനിറ്റ് ഫംഗ്ഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ ടെക്സ്റ്റിലേക്ക് പകരം ഞാൻ ജസ്റ്റ് ഇത് ഹെൽപ്പ് യൂസ് ചെയ്ത് എടുത്തതേ ഉള്ളൂ. കേർണൽ ഇനീഷ്യലൈസേഷൻ പ്രോസസ് സീരീസ് ഓഫ് സ്റ്റെപ്സ്. അതിനകത്ത് വരുന്ന സ്റ്റെപ്സ് ഹാർഡ്വെയർ ഡിറ്റക്ഷൻ ഇനീഷ്യലൈസേഷൻ, മെമ്മറി മാനേജ്മെന്റ്, ഡിവൈസ് ഡ്രൈവർ ലോഡിംഗ്, ഫയൽ സിസ്റ്റം ഇനീഷ്യലൈസേഷൻ, നെറ്റ്വർക്ക് ഇനീഷ്യലൈസേഷൻ, പ്രോസസ് ഷെഡ്യൂളിംഗ്, സിസ്റ്റം ഡിവൈസസ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഉണ്ടായിരുന്നെങ്കിൽ അത് ജസ്റ്റ് പറഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഇതെല്ലാം കവർ ചെയ്ത് പോയ പോലെ തോന്നുന്നുണ്ട്. സ്പീഡിൽ കിട്ടിയോ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും ആ പോർഷൻസ് എല്ലാം കവർ ചെയ്ത് പോയതാണ്. ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ. RA, RP ഇതൊക്കെ വർക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു പോയത്. കൺവേർഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർഷൻ, റോ സോക്കറ്റ്സ്, ഗേറ്റ് വേസ് ആണ്. പിന്നെ ഒരു വേണമെങ്കിൽ പറയാതെ ഗേറ്റ് വേസ് ബ്രിഡ്ജസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നെറ്റ്വർക്ക്സുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസസുകളാണ്. ഇവിടെ നമുക്ക് ഒരു നെറ്റ്വർക്കിൽ നിന്ന് വേറൊരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഇൻ ബിറ്റ്വീൻ നമ്മൾ യൂസ് ചെയ്യുന്ന സർവീസസ്, റൂട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതിനകത്ത് ഗേറ്റ് വേയും ബ്രിഡ്ജും ഒക്കെ തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേച്ചർ ഏതൊക്കെ തരത്തിൽ ഇപ്പൊ ലോക്കൽ ലാൻഡ്സുകളെ ഡിഫറെന്റ് ലാനുകളെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് ബ്രിഡ്ജ് യൂസ് ചെയ്യാം. ഗേറ്റ് വേസ് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ പ്രോട്ടോകോൾസ് ഡിഫറൻസ് ഉണ്ട്, അതിന്റെ ആർക്കിടെക്ചർ ഡിഫറെന്റ്, അങ്ങനെയുള്ള പലതരത്തിലുള്ള സാധനത്തിനെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഗേറ്റ് വേസ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ബ്രിഡ്ജിന് ഒരു എക്സാമ്പിൾ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പാലം എന്ന് പറയുന്നത് ഇടയ്ക്ക് ഒരു പുഴ വരുമ്പോൾ ഒരേ തരത്തിലുള്ള ഇതിന്റെ ലോക്ക് ടൈപ്പ് ലാനുകളെ തമ്മിൽ ഒരു റോഡിൽ നിന്ന് വേറൊരു റോഡിലേക്ക് കണക്ഷൻ പോകുന്ന പോലെ തന്നെ ഒരു തരത്തിലുള്ള സാധനത്തിനെ തന്നെയാണ് നമ്മൾ വേറൊരിതിലേക്ക് കണക്ട് ചെയ്യും. മറ്റേന്ന് പറയുമ്പോൾ ഈതർനെറ്റ്, ടോക്കൺ റിംഗ് ആയിക്കോട്ടെ, പല റേഞ്ച്, പല ആർക്കിടെക്ചർ, പല സ്ട്രക്ചറിലുള്ള നെറ്റ്വർക്ക്സുകളെ കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഗേറ്റ് വേസ് യൂസ് ചെയ്യുന്നുണ്ട്. ഡിവൈസസുകൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പഴയ ക്ലാസ്സുകളിൽ കഴിഞ്ഞതായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇന്റർനെറ്റ് ഗേറ്റ് വേസ്, വോയിസ് ഓവർ IP ഗേറ്റ് വേസ്, പിന്നെ ബ്രിഡ്ജസ്, ഇതിന്റെ ഡിഫറൻസിയേഷൻ എന്താണെന്നുള്ളത് എടുത്ത് നോക്കി പഠിക്കാനാണ് പെട്ടെന്ന് എളുപ്പം. ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ബേസ് ചെയ്തുകൊണ്ട് കീ ഡിഫറൻസ് ബിറ്റ്വീൻ ഗേറ്റ് വേ, രണ്ട് കേസസ് അത് ഗേറ്റ് വേയും ബ്രിഡ്ജും ആണ് ഒരു പ്രാവശ്യത്തെ ക്വസ്റ്റിനകത്ത് കണ്ടത്. അപ്പൊ ഗേറ്റ് വേ എന്താണ്, ബ്രിഡ്ജ് എന്താണ്, ഡെഫിനിഷൻ. ഒപ്പം തന്നെ ഈ ഒരു കാര്യം വോയിസ് ഏത് ലെയറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഓപ്പറേറ്റ്സ് അറ്റ് മൾട്ടിപ്പിൾ ലെയേഴ്സ് ആണ് നമ്മുടെ ഗേറ്റ് വേയെ സംബന്ധിച്ചിടത്തോളം. മറ്റേതാണെന്നുണ്ടെങ്കിൽ ഡേറ്റാ ലിങ്ക് ലെയറിലാണ് ബ്രിഡ്ജ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേച്ചർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ലാനിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ലാൻസ് ഒരു സെയിം ടൈപ്പ് ലാനുകളെ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതെന്താണ് ആർക്കിടെക്ചർ ഡിഫറൻസ് ഉള്ളതിനെ തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അത് ക്യാൻ കണക്ട് ലാൻ ടു വാൻ ഉള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മറ്റേന്ന് പറയുമ്പോൾ ചെറു ഈതർനെറ്റ് സെഗ്മെന്റ്സ് സെയിം ടൈപ്പ് ലാനുകളെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ കോംപ്ലക്സ് ആയിട്ടുള്ള സാധനങ്ങൾ മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ കോംപ്ലക്സ് നെറ്റ്വർക്കിംഗ് മാനേജ്മെന്റിനായിട്ട് നമ്മൾ ഗേറ്റ് വേസ് യൂസ് ചെയ്യാം. സിമ്പിൾ നെറ്റ്വർക്കിംഗിനകത്താണ് നമ്മൾ എന്ത് ചെയ്യണം, ബ്രിഡ്ജ് യൂസ് ചെയ്യാം.
അപ്പൊ ഗേറ്റ് വേയും ബ്രിഡ്ജ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ്വർക്സുകളെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസസുകളാണ്. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന റൂട്ടിംഗ് അൽഗോരിതംസ് അല്ലെങ്കിൽ റൂട്ടിംഗ് ഹെൽപ്പ് ചെയ്യുന്ന സർവീസസ് ആണ് നമ്മളെ ഗേറ്റ് വേസും ബ്രിഡ്ജസും എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബ്രിഡ്ജ് എന്ന് പറയുന്നത് താഴെ ലെവൽ വെച്ചാൽ അതിന്റെ കോംപ്ലക്സിറ്റി കുറവായിരിക്കും. ഇതിനകത്ത് നെറ്റ്വർക്കിനെ സംബന്ധിച്ചിട്ട് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷനോടൊപ്പം തന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നത് വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് നോട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു, അത്ര ഇതായിട്ടും ടെസ്റ്റിൽ കവർ ചെയ്തെന്നും എനിക്ക് ഓർക്കുന്നില്ല. വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമുക്ക് ക്രിയേറ്റ് സെക്യൂർ ആൻഡ് പ്രൈവറ്റ് കണക്ഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ VPN യൂസ് ചെയ്യുന്നത്. അതിന് ഡെഫിനിഷൻ കൊടുക്കണം. പിന്നെ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ സെക്യൂർ ആവണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും രണ്ട് കാര്യങ്ങളെ കുറിച്ച് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. ഒന്ന് എൻക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു നേച്ചർ അതിനകത്ത് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ അതേപോലെ ഓതന്റിക്കേഷനും. ഈ ഓതന്റിക്കേഷനും എൻക്രിപ്ഷനുമാണ് നമ്മുടെ സെക്യൂർ എന്നുള്ള സെക്യൂരിറ്റി ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. പിന്നെ VPN സംബന്ധിച്ചിടത്തോളം ടേമിനകത്ത് നിങ്ങൾക്ക് ടണലിംഗ് എന്ന് പറയുന്ന ഒരു ടേമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സെപ്പറേറ്റ് പാത്ത് ആണ് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് എമൗണ്ട് കാശ് ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, സാധാരണ ആൾക്കാരിലല്ല യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വലിയ കമ്പനികൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ആണ് നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനത്തെ കോർപ്പറേറ്റ് നെറ്റ്വർക്സുകളാണ് കൂടുതലായിട്ട് എന്ത് യൂസ് ചെയ്യുന്നത്, ഈ VPN പാറ്റേൺ യൂസ് ചെയ്യുന്നത്. കമ്പനികളിലാണ് കൂടുതൽ യൂസ് ചെയ്യാന്നറിയാം. അതേപോലെ ഒരു ക്വസ്റ്റ്യൻ അതിനകത്ത് ഉണ്ടായിരുന്നു, വോയിസ് ഓവർ IP ആയിരുന്നു. എന്തായിരുന്നു വോയിസ് ഓവർ IP എന്നുള്ളത്? വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ് നമ്മൾ വോയിസ് ഓവർ IP എന്നുള്ള രീതിയിൽ പറയാറ്. ദിസ് ടെക്നോളജി അലോസ് വോയിസ് കമ്മ്യൂണിക്കേഷൻ ടു ബി ട്രാൻസ്മിറ്റഡ് ഓവർ ഇന്റർനെറ്റ്. പണ്ട് നമുക്ക് അറിയാമായിരുന്നു ഇന്റർനാഷണൽ കോളുകളൊക്കെ ചെയ്യണം ത്രൂ ടെലിഫോൺ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു അതിന്റെ കണക്ഷൻ കാര്യങ്ങളെല്ലാം. ഇപ്പൊ നമുക്ക് അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ത്രൂ ഇന്റർനെറ്റ് നമുക്ക് ചെയ്യാറുണ്ട്. നമ്മൾ കോൾ യൂസ് ചെയ്യാവുന്നതുകൊണ്ട് ഏത് രാജ്യത്ത് കിടക്കുന്ന ആൾക്കാരെ ആണെങ്കിലും ഇന്റർനെറ്റ് വഴിയുള്ള ആക്സസ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം വോയിസ് ഓവർ IP എന്ന് പറയുന്നത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻസ് നടത്താനായിട്ട് യൂസ് ചെയ്യുന്ന ആ പ്രോട്ടോകോൾ പാറ്റേൺ ആണ്. അത് ത്രൂ ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ, ഇന്റർനെറ്റ് വഴിയുള്ള അനലോഗ് കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ എസ്റ്റാബ്ലിഷ് ആവുന്നത്. അപ്പൊ ഇതിനകത്ത് ഹൗ ഇറ്റ്സ് വർക്ക് എന്നുള്ള ടോപ്പിക്കുള്ള രീതിയിൽ നമ്മൾ സ്പെസിഫൈ ചെയ്തേക്കണം. സിഗ്നൽ കൺവേർഷൻ ഉണ്ടാവണം. വോയിസ് ഓവർ IPനകത്ത് വോയിസ് സിഗ്നൽസ് അനലോഗ് സിഗ്നൽസ് ആയിരിക്കും, അത് ഡിജിറ്റൽ പാറ്റേണിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സെഷൻ ഇനിഷ്യേഷൻ പ്രോട്ടോകോളും റിയൽ ടൈം ട്രാൻസ്പോർട്ട് പ്രോട്ടോകോളിന്റെ ഹെൽപ്പോട് കൂടിയാണ് ഈ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇത്രയുള്ള ജനറൽ കാര്യങ്ങൾ മതി, ഒരുപാട് എക്സ്പ്ലനേഷന്റെ ഒന്നും ആവശ്യം അവിടെ വരുന്നില്ല. എല്ലാം ഷോർട്ട് നോട്ട്സ് പാറ്റേണിൽ വരുന്നതുകൊണ്ട് തന്നെ. കോൾ സെന്റേഴ്സിൽ, റെസിഡൻഷ്യൽ ബിസിനസ് ടെലിഫോണിൽ ഇന്റർനാഷണൽ കോൾസ് എല്ലാം നമുക്ക് ഇതുവഴി എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഒരു ക്വസ്റ്റ്യനകത്ത് ചോദിച്ച ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞപ്പോൾ DHCP യെ കുറിച്ച് ചോദിച്ചിരുന്നു, VPN ഉണ്ടായിരുന്നു, HTTP ഉണ്ടായിരുന്നു, വോയിസ് ഓവർ IP ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ ചേർന്നതായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ. അത് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷനെ സംബന്ധിച്ചിടത്തോളം വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, വോയിസ് ഓവർ IP, ഇതിന്റെ എല്ലാം തന്നെ ഡെഫിനിഷൻ ആയിട്ട് കൊടുക്കുക. ദെൻ അതിനകത്ത് യൂസ് ചെയ്യപ്പെടുന്ന ഏരിയ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള എക്സ്പ്ലനേഷൻ, പിന്നെ അതിന്റെ യൂസ് എവിടെയാണ് സംഭവിക്കുന്നത്. ഇത്രയും 3 കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ.
ഈ സമയത്താണ് ഒത്തിരി ഒരുപാട് ഔട്ട് ഓഫ് പാറ്റേണിലേക്ക് ഒന്നും വന്നിട്ട് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും DNS എന്താണ്, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ DNS, നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റംസ്, ബൈറ്റ് ഓർഡറിംഗ്, ഡിസ്റ്റൻസ് ഫിക്റ്റഡ് ലൂപ്പിംഗ്, ഇതെല്ലാം എന്തെങ്കിലുമൊക്കെ ഓർമ്മയിലേക്ക് വരുന്നുണ്ടോ? DNS എന്ന് പറയുന്ന സാധനത്തെ കുറിച്ച്, നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റത്തെ കുറിച്ച്, ബൈറ്റ് ഓർഡറിംഗ് എന്ന് പറയുന്ന സാധനത്തെ കുറിച്ച് ഓർക്കുന്നുണ്ടോ? ആരുടെയെങ്കിലും മൈൻഡിൽ ഈ ബൈറ്റ് ഓർഡറിംഗ് എന്താണെന്ന് ഓർമ്മ വരുന്നുണ്ടോ? ബൈറ്റ് ഓർഡറിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ സമയത്ത് ഞാൻ ക്ലാസ് പറഞ്ഞു പോയ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു. ബിഗ് എൻഡിയൻ, ലിറ്റിൽ എൻഡിയൻ അഡ്രസ്സിംഗ് സ്കീമ ഡിഫറെന്റ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടാവുക എന്നുള്ളത് ഹോസ്റ്റിനകത്തും നെറ്റ്വർക്കിനകത്തും. ബിഗ് എൻഡിയൻ, ലിറ്റിൽ എൻഡിയൻ ആണെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഓൺലൈൻ കയറിയത് ആർക്കെങ്കിലും പറഞ്ഞ പോയിന്റ് ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ചോദിക്കുന്ന. ആര്യ, ബിഗ് എൻഡിയൻ, ലിറ്റിൽ എൻഡിയൻ എന്താന്ന് ഓർക്കുന്നുണ്ടോ? മാഹിൻ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഹർഷ ഓർക്കുന്നുണ്ടോ? ആരും ഒരു മറുപടിയും തന്നില്ല കേട്ടോ. നിങ്ങളുടെ ടോപ്പിക്കിനകത്ത് നമുക്കുള്ള ഒരു ക്ലാസ്ലെസ് ഇന്റർ ഡൊമൈൻ റൂട്ടിംഗ് എന്ന് പറയുന്ന സാധനം, അത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. IP അഡ്രസ് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റേഞ്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ദിസ് ഇസ് എ അതെന്തിനു വേണ്ടിയിട്ടാണ് വൈ CIDR നീഡഡ് എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എക്സാമ്പിൾ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ CIDR എന്ന് പറയുന്നത് ക്ലാസ്ലെസ് ഇന്റർ ഡൊമൈൻ റൂട്ടിംഗ് ആയിരുന്നു. ബിഗ് എൻഡിയൻ, ലിറ്റിൽ എൻഡിയൻ ചോദിച്ചുകൊണ്ടാണ് തോന്നുന്നു എല്ലാവരും ഇറങ്ങിപ്പോയി. It's a method for allocating IP address more efficiently than the older class system. IP-യുടെ അഡ്രസ് ഉണ്ടാക്കാൻ പ്രശ്നം ഉണ്ടാകുന്നില്ല. ഒരുപാട് ഇപ്പൊ നെറ്റ്വർക്കിലേക്ക് ഒരുപാട് ഡിവൈസസ്, പണ്ട് IP ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടറുകൾ മാത്രമായിരുന്നു ഇന്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നമുക്ക് അങ്ങനെയല്ല. IoT-യുടെ ഒക്കെ യൂസേജ് വന്നുകൊണ്ട് വളരെയധികം ഡിവൈസസുകൾ, നമ്മൾ ഈവൻ ഒരു സിംഗിൾ വാച്ച് വരെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നെറ്റിനകത്ത് ഇന്റർനെറ്റ് കണക്ഷൻ ബേസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ അവിടെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനാണ് അഡ്രസ്സിനുണ്ടാവുന്ന പ്രോബ്ലംസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ക്ലാസ്ലെസ് ഇന്റർ ഡൊമൈൻ റൂട്ടിംഗ് എന്ന് പറയുന്ന സംഗതി യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്തിനാണ് CIDR-ന്റെ ആവശ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാണ് IP കൊളീഷൻസ് അല്ലെങ്കിൽ IP അഡ്രസ് പ്രൊവിഷൻ എന്ന് പറയുന്നത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, അതിന്റെ എഫിഷ്യൻസി, റൂട്ടിംഗ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ CIDR എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് സ്ലാഷ് പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഓർക്കുക. അപ്പൊ സ്ലാഷ് പാറ്റേൺ ബാലൻസ് വരുന്നത് സ്ലാഷ് കഴിഞ്ഞ് വരുന്ന വാല്യൂ ആയിരിക്കും എത്ര നെറ്റ്വർക്ക്, എത്ര ബിറ്റ് നമ്മുടെ 32-നകത്ത് എത്ര ബിറ്റ് നെറ്റ്വർക്കിന് വേണ്ടി പോയിട്ടുണ്ട്, എത്ര ബിറ്റ് ഹോസ്റ്റിന് വേണ്ടിയിട്ട് എടുക്കുന്നുള്ളതിനെ കുറിച്ച് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്.
അപ്പൊ ആ ബാലൻസ് വരുന്ന വാല്യൂ വെച്ചിട്ടാണ് നമുക്ക് അപ്പോൾ /24 പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ 24 ബിറ്റ്സ് എന്തിനു വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്, നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നും ബാക്കിയുള്ള ഒരു 8 ബിറ്റ് എന്ന് പറയുമ്പോൾ 0 to 255 വരെയുള്ള വാല്യൂസ് ആണ് നമുക്ക് നമ്മുടെ ഹോസ്റ്റിന് വാല്യൂസ് ആയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ അതിൽ 0യും 255 നമ്മൾ എന്തിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ നെറ്റ്വർക്ക് വാല്യൂ ആയിട്ടും അതേപോലെ തന്നെ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ഐഡി ആയിട്ട് നമുക്ക് യൂസ് ചെയ്തതിന് ബാലൻസ് വരുന്ന വാല്യൂസ് ആണ് നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ ഓരോ ഡിവൈസസിന് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. നോർമലി 2⁸ അതായത് 256 വരെ നമുക്ക് പോകുന്നുണ്ട്. അതിനകത്തെ ഫസ്റ്റ് വാല്യൂ ലാസ്റ്റ് വാല്യൂ നമ്മൾ കൊടുക്കുന്നത് പ്രീ ഡിഫൈൻഡ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം CIDRന്റെ ആവശ്യകത പർപ്പസ് എന്തിനു വേണ്ട, എഫിഷ്യന്റ് IP അഡ്രസ് അലൊക്കേഷൻ, അതുപോലെ റെഡ്യൂസ് റൂട്ടിംഗ് ടേബിൾ സൈസ്, ഇംപ്രൂവ് നെറ്റ്വർക്ക് പെർഫോമൻസ്, സ്കെയിലബിലിറ്റി. അപ്പൊ ഇവിടെ നമുക്ക് ഒരു കാര്യം, നമ്മുടെ ഒരു ഓർഗനൈസേഷനകത്ത് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സർവീസ് IP അഡ്രസ്സുകൾ ക്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവിടെ ഒരു റൂട്ടറിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു റൂട്ടിംഗ് ഡിവൈസസിന്റെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ് എന്നുള്ളതാണ് ഇതിന്റെ ബെനിഫിറ്റ്. CIDR ടേം കാണുമ്പോൾ ഓർക്കണം, ക്ലാസ്ലെസ് ഇന്റർ ഡൊമൈൻ റൂട്ടിംഗ് ആണ്. വോയിസ് കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? വോയിസ് ക്ലിയർ ആവുന്നുണ്ടോ? ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. ക്ലിയർ ആവുന്നില്ലേ? ഇവിടെ നല്ല മഴ, ഇടിയും മഞ്ഞാണ്. സ്ക്രീൻ കാണുന്നുണ്ടോ മിസ്സേ? മഴ, ഇടിയും മഴയും ഉണ്ട്. നിങ്ങൾക്ക് അവിടെ ഇല്ലായിരിക്കും, ഇവിടെ ഉണ്ട്. അല്ലല്ല, ഇവിടെ ഉണ്ട്, ഇടിയുണ്ട്, മഴ ഇപ്പൊ ഇല്ല. അപ്പം സ്ക്രീൻ കാണുന്നില്ല, അതായത് സ്ക്രീനോ? സ്ക്രീൻ അതിനകത്ത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്ക്. ക്വസ്റ്റ്യൻസ് മാത്രം എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഓർത്തു സ്ക്രീൻ ഷെയർ ചെയ്തില്ലെന്ന്. അല്ല, ഇന്ന് ഞാൻ ഇത് ഒന്നും കണ്ടില്ല, സ്ക്രീൻ കാണുന്നില്ലായിരുന്നു എനിക്ക്. മിസ് ഇടയ്ക്ക് പറയുന്ന ഒന്നും കേൾക്കത്തില്ല, എന്റെ തന്നെ നെറ്റ് കട്ടായി പോവായിരുന്നു ക്ലാസ്. ബാക്കി എല്ലാരും പോയി മിസ്സേ. ഞാൻ കണ്ടു. ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചതുകൊണ്ടാണ് എല്ലാവരും ഇട്ട് പോയെന്ന് ഓർത്തു. കാരണം ബൈറ്റ് ഓർഡറിംഗിന്റെ ക്വസ്റ്റ്യനകത്ത് ഞാൻ ചോദിച്ചായിരുന്നല്ലോ. എന്തിന്റെ ക്വസ്റ്റ്യൻ? ബൈറ്റ് ഓർഡറിംഗിന്റെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചായിരുന്നല്ലോ. അത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ് ഞാൻ തന്നിരുന്നല്ലേ, പറഞ്ഞിട്ടില്ല നിങ്ങൾ നോക്കിയായിരുന്നു എന്നുള്ളത്. ഓ ഇല്ല മിസ്, അത് കേട്ടില്ലായിരുന്നു. എന്റെ സൗണ്ടും ഇല്ലാതെ തന്നെ കട്ടാവുമായിരുന്നു. ഇതില് ബിഗ് ഇന്ത്യൻ ലിറ്റിൽ ഇന്ത്യന്റെ യൂസേജ് ആണ് പറഞ്ഞത്. അതിനകത്ത് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഞാൻ കണ്ടത് ജസ്റ്റ് പറഞ്ഞല്ലോ, വൈ CIDR നീഡഡ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതിനെ ബേസ് ചെയ്താണ് ഞാൻ പറഞ്ഞത്. ക്ലാസ്ലെസ് ഇന്റർ ഡൊമൈന്റെ കേസാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻ കൂടുതലായിട്ട് വേണ്ടതുണ്ടായിരുന്നു, എനിക്ക് അങ്ങനെ തന്നെ അത് ചോദിച്ചു പറഞ്ഞാൽ മതിയായിരുന്നു. ഞാനതൊരു ഇതിനകത്ത് എടുത്തു നോക്കിയിട്ട് കാണുമായിരിക്കും ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് എന്നൊക്കെ ഓർത്തുകൊണ്ടാണ് ഞാൻ എടുത്തു തുടങ്ങിയത്. നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും തന്നെ കവർ ചെയ്ത് പോയതിനകത്ത് വളരെ കുറച്ച് കാര്യങ്ങൾ, കുഞ്ഞു മാർക്കിന് കുറച്ച് മാർക്കിനുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു ഇല്ലാതെ പോകുന്നുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഇതിനകത്ത് കാണുന്നുണ്ട്. മിസ്, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ അങ്ങനെ വല്ലതും ഉണ്ട്, സ്ഥിരമായിട്ട് ചോദിക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും പോർഷൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന? അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ, DHCP യെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, അത് മൾട്ടിപ്പിൾ ചോദിച്ചിട്ടുള്ള ഏരിയ ആണ്. DHCP പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഏരിയ ആണ്. അതുപോലെ DNS എന്ന് പറയുന്നത് അല്ല മിസ്, എനിക്ക് മിക്ക ക്ലാസ്സും നമ്മുടെ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് മിക്കവാറും ഇതുപോലെ നെറ്റ് ക്ലിയർ അല്ല. അത് വൈകിട്ട് മഴയൊക്കെ ആയിട്ട് നെറ്റ് ക്ലിയർ അല്ലായിരുന്നു. എന്നും ഇത് തന്നെ അവസ്ഥ. അപ്പൊ എനിക്ക് ഇപ്പൊ ഇച്ചിരി ക്ലിയർ ആയി. ഞാൻ മാറി നിൽക്കുക ഇരുന്നിടത്തുനിന്ന്. ഹർഷ പഠിക്കുന്ന സമയത്ത് ആദ്യത്തെ ചാപ്റ്റർ ഇല്ലേ നമ്മുടെ TCP/IP സൂട്ടിനെ സംബന്ധിച്ചിടത്തോളം, ആ സൂട്ടിന്റെ എല്ലാ പോർഷനും നല്ല അത് വിട്ടുകളയത്. അതായത് ഹെഡർ പോർഷൻസ് ഉണ്ട്, IP ഹെഡർ, TCP/IP ഹെഡർ, IP ഹെഡറുകളുണ്ട്. ഹെഡർ സെഷൻ മസ്റ്റ് ആയിട്ടും പഠിക്കണം, കാരണം അതിന് പല പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അത് ആ സെക്ഷനിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്നിരിക്കുന്നതാണ്, പിന്നെ കൃത്യമായിട്ട് വരുന്ന ഒരു സംഗതിയാണ് എല്ലാ പ്രാവശ്യവും എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ UDP അല്ലെങ്കിൽ TCPയുടെ സെർവർ ക്ലയന്റ് പ്രോഗ്രാംസുകൾ.
പ്രോഗ്രാം എങ്ങനെയാ ചോദിക്കുന്നതെന്ന് അറിയില്ലെങ്കിൽ അതിന്റെ അൽഗോരിതം ജനറൽ ആയിട്ട് പഠിച്ചു വെക്കാം. പഠിച്ചു വെക്കാന്ന് വെച്ചാൽ ഒന്ന് സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ള സ്റ്റെപ്പ്. സോക്കറ്റ് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ നെഗറ്റീവ് വരുമ്പോൾ എറർ ആണെന്നുള്ളതിന്റെ പോർഷൻ. ബൈൻഡ് ചെയ്യുന്നതിന്റെ അതിന്റെ എല്ലാം സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ജനറൽ ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ എഴുതി വെക്കുക. അതിന്റെ പ്രോഗ്രാമിന് അത് 5 പേർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത്ര എണ്ണം തന്ന അതിന്റെ കറസ്പോണ്ടിങ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാന്നൊക്കെ ചോദിച്ചാൽ ഡീറ്റെയിലേക്ക് പോയില്ലെങ്കിലും ജനറൽ സ്കെച്ച് ഉണ്ടല്ലോ. ഇപ്പം സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സിന്റാക്സ് എന്താണ്, ബൈൻഡിന്റെ സിന്റാക്സ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് പഠിച്ചു വെച്ചിട്ട് എഴുതാൻ പറ്റും. അപ്പം അത് ഒന്നെങ്കിൽ UDPയുടെ ആയിരിക്കും അല്ലെങ്കിൽ TCPയുടെ ആണ് മിക്കവാറും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു കേസ്. സെർവർ ക്ലയന്റ് പ്രോഗ്രാം സെഷൻ ട്ടോ. അത് പ്രോഗ്രാം ആയിട്ട് എഴുതാൻ പറ്റില്ലെങ്കിൽ പോലും അതിന്റെ അൽഗോരിതം സ്കെച്ച് ഉണ്ടല്ലോ, അത് എഴുതി വെച്ചാലും മതി. പ്രോഗ്രാം ആയിട്ട് തന്നെ എഴുതണം നിർബന്ധമൊന്നുമില്ല, അൽഗോരിതം എഴുതിയാലും മാർക്ക് കിട്ടും. പിന്നാണ് അത് സ്ലൈഡിംഗ് വിൻഡോ. ഡിസ്റ്റൻസ് വെക്ടർ ഇല്ലായിരുന്നോ നമ്മുടെ ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ് എന്ന് പറയുന്നത്, എങ്ങനെയാണ് പാക്കറ്റ് നമ്മൾ സെൻഡ് ചെയ്തു പോകുന്നത് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ അടുത്തടുത്ത ലൊക്കേഷൻ ആദ്യത്തെ നമ്മൾ ഇരിക്കുന്ന റൂട്ടിംഗ് അതായത് ഡിസ്റ്റൻസ് വെക്ടർ അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സെന്റർ പോകാൻ പോകുന്ന ആദ്യത്തെ ഒരു ലൊക്കേഷൻ ഉണ്ടല്ലോ. ഇപ്പൊ എനിക്ക് ഇവിടുന്ന് അടുത്ത പോകണം, എവിടേക്കാ പോകേണ്ട ഒരു ലൊക്കേഷൻ ഞാൻ പറയുകയാണെങ്കിൽ ആ ലൊക്കേഷൻ ഏറ്റവും ചെറിയ പാത്തിലൂടെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഡെസ്റ്റിനേഷൻ എത്തത്തക്ക സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന റൂട്ടുകൾ ഏതൊക്കെയാ ഹോപ്പ് ഇൻ ബിറ്റ്വീൻ ഡിവൈസസുകളെയാണ് നമ്മൾ ഹോപ്പ് എന്ന് പറയുന്നത്. ആ ഹോപ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത്. അപ്പൊ നമ്മൾ ഇരിക്കുന്നതിന് നമ്മൾ 0 ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതിന്റെ വാല്യൂ 0യും അതിനപ്പുറത്ത് ആക്സസ് ചെയ്യാൻ ഡയറക്റ്റ് ആക്സസ് ചെയ്യാത്തതിന് ഇൻഫിനിറ്റി വാല്യൂ കൊടുത്തിട്ടൊക്കെയാണ് പോകുന്നത്. അതൊരു അൽഗോരിതം ബേസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ അതിന്റെ ഡിസ്റ്റൻസ് വെക്ടർ കാൽക്കുലേഷൻ ഒന്ന് നോക്കണേ. അത് മൾട്ടിപ്പിൾ ടൈം വന്നൊരു കാര്യം. സ്ലൈഡിംഗ് വിൻഡോ മൾട്ടിപ്പിൾ ഇത് DNS, DHCP, ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ ഇല്ലേ, അത് ബൈറ്റ് ഓർഡർ കേട്ടോ. ബൈറ്റ് ഓർഡർ കൺവേർഷൻ, കോൺസെപ്റ്റ് ഓഫ് ബൈറ്റ് ഓർഡർ എന്ന് പറയുന്ന സാധനത്തെ കുറിച്ച് നോക്കി വെച്ചേക്കണം. ഫസ്റ്റ് ബ്ലോക്ക്, ആദ്യത്തെ ബ്ലോക്ക് 1 ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചാൽ തന്നെ ഒരുമാതിരി കിട്ടും. പിന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പിന്നെ കിട്ടുന്ന ഒരു കാര്യം, ഒരുപാട് മാർക്കിനല്ലെങ്കിലും ചെറിയ ചെറിയ പീസായിട്ട് കിട്ടുന്നതാണ് ലാസ്റ്റ്. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ജനറൽ ആയിട്ട് യൂസർ എഗ്രിമെന്റ് എങ്ങനെയാ, ജനറൽ അത് ഡിസ്ക് മാനേജ്മെന്റ് പ്രോട്ടോകോൾ, ഡിസ്ക് മാനേജ്മെന്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്, പിന്നെ ടൂൾസ് യൂസ് ചെയ്തിരിക്കുന്ന ടൂൾസുകൾ, ട്രബിൾ ഷൂട്ടിംഗ് ടൂൾസുകൾ, അത് ആ പറഞ്ഞിരിക്കുന്ന ടോപ്പിക് അത്രേ ആവശ്യമുള്ളൂ. അതിനപ്പുറമുള്ള എക്സ്പ്ലനേഷൻ ഒക്കെ കുഞ്ഞു മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് വരുന്നത്. സ്ക്രീൻ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. എക്സ്പ്ലെയിൻ എനി 5 ഡിസ്ക് മാനേജ്മെന്റ് ഫങ്ഷൻസ് യൂസ്ഡ് ബൈ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ. ഡിസ്ക് മാനേജ്മെന്റ് നമ്മൾ പറഞ്ഞ ഒന്നാണ് പാർട്ടീഷൻ ചെയ്യാന്നുള്ളത്. പാർട്ടീഷൻ ചെയ്യുക, ഡ്രൈവ് ലെറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുക, ഫയൽ സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ ആ പറഞ്ഞ സെക്ഷനെ സംബന്ധിച്ചിടത്തോളം ഇൻഫർമേഷൻസ് മാത്രം കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ സോക്കറ്റ് ഇന്റർഫേസിനകത്തുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ. സോക്കറ്റ് ഇന്റർഫേസിനകത്ത് നമ്മുടെ ഫങ്ഷൻസ് ഉണ്ട്. നമ്മുടെ ക്രിയേറ്റ്, ബൈൻഡ് ഉണ്ട്, കണക്ട് ഉണ്ട്, ലിസൺ ഉണ്ട്, അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. അത് ഒരു കാരണവശാലും ഒഴിവാക്കാതെ പഠിച്ചേക്കണേ. അതിനകത്ത് ഒന്നെങ്കിൽ ഒരു മൊത്തത്തിലായിരിക്കും, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇതിനകത്തോട് ചോദിക്കുന്ന ഒരു കേസാണ് സോക്കറ്റ് ഇന്റർഫേസ് ഫങ്ഷൻസ്. ഇത് മിക്സ് ചെയ്ത് ചോദിക്കും. ബൈൻഡ് ഉണ്ട്, ബൈറ്റ് ഓർഡർ ചോദിച്ചിട്ടുണ്ട്, കണക്ട് ചോദിച്ചു, ലിസൺ ഉണ്ട്, സെൻഡ് ടു കൊടുത്തിട്ടുണ്ട്. ഇതും സെൻഡ് ടു അത് ആ ഒരു സെക്ഷൻ സോക്കറ്റ് ഇന്റർഫേസ് ആ ചാപ്റ്ററിനകത്ത് വരുന്ന കാര്യമാണ്. സെൻഡ് ടു, റിസീവ് ഫ്രം, ഇത് രണ്ട് യൂസ് ചെയ്യുന്ന എപ്പോഴാണ് UDP പാക്കറ്റിനാണ്.
മറ്റേത് തന്നെ റീഡ് റൈറ്റ് ഓപ്പറേഷൻസിനകത്താണ് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ സെൻഡ് ടു റിസീവ് ഫ്രം എന്ന് സെപ്പറേറ്റ് ആയിട്ട് പറയാൻ സോഴ്സ് ഡെസ്റ്റിനേഷൻ പറയുന്നത് TCP കണക്ഷൻ അല്ലാത്ത രീതി സമയങ്ങളിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്പെയർഡ് ഫങ്ഷൻസ് ആണ് അതൊന്നും. ഇപ്പൊ പറഞ്ഞാണ് വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കിനെ കുറിച്ച് ചോദിച്ചത്, VPN നെ കുറിച്ച് ചോദിച്ചത്. മിക്ക ദിവസവും മിസ്സേ ക്ലാസ് ക്ലിയർ ആകത്തില്ല. ഒന്നെങ്കിൽ ബ്രേക്ക് ആയി അല്ലെ പിന്നെ കട്ടായി ഇറങ്ങിപ്പോവും ക്ലാസ്സിൽ നിന്ന് തന്നെ. അപ്പൊ എനിക്ക് ഈ ക്ലിയർ ഒരു ക്ലാസ്സിന് ആവത്തില്ലായിരുന്നു. ഇത്രയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏത് ഏരിയയിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നു എന്നുള്ളത് പറയാമെന്ന് മാത്രമല്ല. പിന്നെ നിങ്ങളുടെ വർക്കാണ്, സെൽഫ് വർക്കാണ് എല്ലാം വേണ്ടത്. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള എയുടെ ഹെൽപ്പ് കിട്ടുന്നുണ്ട്. പണ്ടത്തെ പോലെ എയുടെ ഹെൽപ്പ് ഉള്ളതുകൊണ്ടേ പണ്ടത്തെ പോലെ ടെക്സ്റ്റ് തപ്പി കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഏകദേശം ഒരു ധാരണ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എയെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാം. ഈവൻ കുട്ടികളും ടീച്ചേഴ്സും എല്ലാം ഇപ്പൊ അതാട്ടോ യൂസ് ചെയ്യണത്. എവിടെയാ എന്താന്ന് പോയി തപ്പാനുള്ള ബുദ്ധിമടി കാരണം. പിന്നെ അതിന്റെ ജെന്യൂനിറ്റി മാത്രം ഒന്ന് നോക്കിയാൽ മതിയല്ലോ. അതുകൊണ്ട് ഞാനിത് നോക്കി കഴിഞ്ഞപ്പോ ഞാൻ നോക്കി ഇതെല്ലാം പിന്നെ ടെക്സ്റ്റ് മാർക്കിനെ പറയാൻ ഞാൻ അത് നോക്കി കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി എന്റെ ഹെൽപ്പിന് എനിക്ക് ക്ലിയർ ആവുന്നില്ല. ആണോ? ക്ലിയർ ഹലോ ആവുന്നില്ല. ഹലോ എന്താ പറയണത് എനിക്കും ക്ലിയർ ആവണില്ല കേട്ടോ. എന്താ പറഞ്ഞ നെറ്റിന്റെ ഹലോ മിസ് ഇപ്പം പറഞ്ഞെന്താ എനിക്ക് ക്ലിയർ ആയില്ല. മിസ് പറഞ്ഞതേ കേട്ടില്ല. എയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞ് പിന്നെ പറഞ്ഞത് കേട്ടില്ല. ക്ലിയർ ആവുന്നില്ല. എ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു എയുടെ ഹെൽപ്പ് ഇപ്പൊ കേൾക്കാം. എയുടെ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഏത് ഏരിയ ആണെന്ന് ഇപ്പൊ സത്യം പറഞ്ഞാൽ കണ്ടുപിടിക്കുന്നത് ഇപ്പൊ അതാണ്. അങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൻസറുകൾ ഏകദേശം വരുമല്ലോ. അന്നേരം എന്നിട്ടാണ് അത് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിനകത്ത് പോർഷനുമായിട്ട് കമ്പയർ ചെയ്ത് അതിനകത്ത് എന്തുമാത്രം എഴുതണം എന്നുള്ള കാര്യം നോക്കുന്നുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ നമ്മൾ പറഞ്ഞത് എല്ലാം ICMPയുടെ കേസ്, ഇന്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോകോള്, സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോള്, ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ്, വിർച്വൽ പ്രൈവറ്റ് നെറ്റ് കണ്ടോ. ഇതെല്ലാം ഈ പോർഷൻസ് ഇത് പഠിക്കാനായിട്ട് നോക്കണം നമ്മൾ. ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിങ്ങും സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ ഈ ടോപ്പിക് ഇല്ലേ, അത് മറക്കാതെ നോക്കണം. പിന്നെ അതേപോലെയാണ് ഞാൻ പറഞ്ഞ DHCP ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ടോപ്പിക് ഉണ്ടല്ലോ, ഇതിന്റെ ആക്ടിവിറ്റി സെർവർ ക്ലയന്റ് ആക്ടിവിറ്റി നമ്മൾ പറഞ്ഞായിരുന്നു. ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോളിന്റെ ഈ DHCPയുടെ ഡോറ പാറ്റേണിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഉണ്ടായിരുന്നു, ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എനിക്ക് ക്ലിയർ ഇല്ലായിരുന്നു. അത് മാർക്ക് ചെയ്ത് വെച്ചേക്കണം. ഞാൻ ലാസ്റ്റ് ചാപ്റ്റർ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ക്വസ്റ്റ്യൻസ് സൈഡിൽ മാർക്ക് ചെയ്യാൻ തുടങ്ങിയ ലാസ്റ്റ് ചാപ്റ്റർ ആയപ്പോഴാട്ടോ. അതിനു മുമ്പ് അങ്ങനെ ഓർത്തില്ല സത്യം പറഞ്ഞ. ടോപ്പിക് കവർ ചെയ്ത് പോകുമ്പോഴേ ഇതാണ് വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കിനെ കുറിച്ച് വീണ്ടും വീണ്ടും ചോദിച്ചേക്കുന്ന ഒരു കേസ്. ഫ്രീ എൻഎക്സും ARPയും RARPയും കേട്ടോ. ARPയും RARPയും തമ്മിലെ വ്യത്യാസം ഓർക്കണം. ഒന്ന് IP അഡ്രസ് കണ്ടുപിടിക്കാനും ഒന്ന് IP അഡ്രസ്സിൽ നിന്ന് കറസ്പോണ്ടിങ് MAC അഡ്രസ് കണ്ടുപിടിക്കാനായിട്ടും. റിവേഴ്സ് ആണ്. അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ ആണ് നമ്മൾ അഡ്രസ് റിസോൾവ് ചെയ്തെടുക്കുക. പിന്നെ IP അഡ്രസ് ക്ലാസ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരെണ്ണം കേസ് പറഞ്ഞേക്കുന്നത്. IP അഡ്രസ് ക്ലാസ്സിൽ ABCD ക്ലാസ്സുകളുണ്ട്. അതിനകത്ത് Aയും Bയും Cയും ആണ് നോർമലി യൂസ് ചെയ്യുന്നത്. DE എന്നൊക്കെ പറയുന്ന ക്ലാസ്സുകൾ റിസർവ്ഡ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് D ബ്രോഡ്കാസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞ റൂട്ടിങ്ങിനെ സംബന്ധിച്ച് പല പ്രാവശ്യം എക്സ്പ്ലെയിൻ ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ് വിത്ത് ഹെൽപ്പ് ഓഫ് ആൻ എക്സാമ്പിൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. DHCP വീണ്ടും വീണ്ടും ചോദിക്കുന്ന ഒരു കേസ്. ഈ UDP TCP പ്രോഗ്രാം കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞ ഫംഗ്ഷൻസിന്റെ സ്ട്രക്ചർ പഠിച്ചു വെക്കുക കേട്ടോ.
TCP-യുടെ ഏ TCP UDP നമ്മൾ കണക്ഷൻ കൊടുക്കുന്നില്ലേ? TCP-യുടെ അല്ലേ മിസ്സേ? അതല്ലേ TCP-യുടെ UDP-യുടെ പാറ്റേൺ, അതിന്റെ കണക്ഷൻ പോയിന്റുകൾ എങ്ങനെയാണ്, സോക്കറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, TCP ബേസ് ചെയ്താണെങ്കിലും UDP ബേസ് ചെയ്താണ് ഉണ്ടാകുന്ന കണക്ഷൻ പ്രോഗ്രാംസുകൾ, അതിന്റെ സ്ട്രക്ചർ ക്ലിയർ ചെയ്ത് എന്തൊക്കെ ആർഗ്യുമെന്റ് അതിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. മിനിമം അതെങ്കിലും എഴുതി വെച്ചാൽ മതി. പ്രോഗ്രാം ക്ലിയർ ആകുന്നില്ല. മിനിമം അതിന്റെ പാരാമീറ്റേഴ്സ് ഇല്ല, അതിലൂടെ പാസ് ചെയ്ത് പോകുന്ന വാല്യൂസ് അത് ഫോക്കസ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് റാറ്റ് 16 അല്ല, ഫാറ്റ് 16 ആണ് കേട്ടോ, ഫാറ്റ് 32 ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണ്. ഇതിനകത്ത് ഇനി എനിക്ക് പറഞ്ഞു തരേണ്ടതായിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, ഇയാൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് നോക്കേണ്ടതുണ്ടായിരുന്നോ? മിസ്സേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ് ക്ലിയർ ആകാത്തോണ്ട് പ്രയോജനമില്ല. ഞാൻ അത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ മിസ്സിനോട് ലാസ്റ്റ് ചോദിക്കാൻ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഇപ്പൊ ഒരു അവസരം കിട്ടിയത്. മറ്റേ മിക്കവാറും ക്ലാസ് പഠിപ്പിക്കുന്ന എനിക്ക് ഭയങ്കര ബ്രേക്കാണ് മിസ്സേ. വൈകിട്ട് നല്ല കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ട് മിക്ക ദിവസവും നെറ്റ് ക്ലിയർ അല്ല. അപ്പം ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് അത്ര ക്ലിയർ ആവാറില്ല മിക്ക ദിവസം. പിന്നെ ലാസ്റ്റ് ഈ ഇമ്പോർട്ടന്റ് ഒക്കെ മിസ് പറഞ്ഞാൽ ഇന്നപ്പോഴാണ് പിന്നെയും കേൾക്കാൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആരും ചോദിക്കാറില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ, ആരും എന്നോട് ചോദിക്കാറില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ, ക്ലിയർ ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പോലും അറിയത്തില്ല. അതെ, ലാസ്റ്റ് ഇപ്പൊ ഞാൻ മലയാളി പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ബ്ലോക്ക് ആദ്യത്തെ ഉണ്ടല്ലോ 1, 2, 3, 4 ചാപ്റ്റർ വരുന്നതും ലാസ്റ്റ് ബ്ലോക്കിലും അതും ഒരുപാട് കുറെ ക്വസ്റ്റ്യൻസ് തിയറിയാ വരുന്നു. അതും കമ്പൽസറി ആയിട്ട് എടുക്കാം. പിന്നെ മിഡിലല്ല, രണ്ടാമത്തെ കേസിനകത്തെ നമ്മൾ സോക്കറ്റ് ഇന്റർഫേസ് എന്ന് പറയുന്ന സെക്ഷൻ ഇല്ലേ, അതിനകത്തെ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ ഇത്രയും പോർഷൻസിനെ കുറിച്ച് നോക്കുക. അതിനകത്താണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത്. ഇത് പഠിക്കാൻ വേണ്ടി അധികം സമയമൊന്നും വേണ്ടി വരികയില്ല കേട്ടോ. ലാസ്റ്റ് നമ്മുടെ തിയറി പോർഷൻസ് ആണ്, കൂടുതലും തിയറി പോർഷൻസ് ആണ്. അപ്പൊ ടൈറ്റിലും അതിന്റെ ഡെഫിനിഷൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എഴുതാൻ എളുപ്പമാണ്. ഡിസ്ക് സെക്യൂരിറ്റി മാനേജ്മെന്റ് ഒക്കെ എന്ന് പറയുന്നത്, ലിനക്സ് കേർണൽ മാനേജ്മെന്റ്, അതെല്ലാം സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സുകളാണ് അതിനകത്ത് ലാസ്റ്റ് കിടക്കുന്നത്. അപ്പൊ അത് ഒരു കാരണവശാൽ ആ ഏരിയ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം വായിച്ചെത്താൻ നോക്കുക. ഇത് പാസ്സാവാൻ വലിയ ബുദ്ധിമുട്ടുള്ള പേപ്പർ ഒന്നും അല്ല കേട്ടോ. നിങ്ങൾക്ക് ഇതിന് ഒരുപാട് ഡെപ്തിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. ഞാൻ ഇതിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏകദേശം നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഏരിയ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കവർ ചെയ്ത് പോകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എല്ലാത്തിനെ കുറിച്ച് ഒരു ധാരണ വെച്ചാൽ മതി. ഞാൻ പറഞ്ഞത് സോക്കറ്റ് ഇന്റർഫേസിനകത്ത് ബൈൻഡ്, കണക്ട്, ലിസൺ, ആക്സെപ്റ്റ്, ഇത് പഠിക്കണം ഞാൻ പറഞ്ഞത്. അത് വീണ്ടും വീണ്ടും പല പ്രാവശ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ എളുപ്പമാണ്, നമുക്ക് മനസ്സിലേക്ക് ഓർത്തു വെക്കാൻ എളുപ്പമാണ്. ഗേറ്റ് വേസ് ആൻഡ് ബ്രിഡ്ജസ്, ഓതന്റിക്കേഷനും ഓതറൈസേഷനും മൾട്ടിപ്പിൾ ടൈം ചോദിച്ചതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് ലാസ്റ്റ് ആ യൂണിറ്റ് ബ്ലോക്കിനകത്ത് കിടപ്പുണ്ട് അതൊക്കെ. അപ്പൊ അത് വിട്ടുപോകാതെ നോക്കിയാൽ മതി. പിന്നെ ഇതിനകത്ത് ടൈപ്സ് ഓഫ് സർവീസസ്, ക്വാളിറ്റി ഓഫ് സർവീസ്, ഈ രണ്ട് കാര്യങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടോ. ടൈപ്പ് ഓഫ് സർവീസ് TOS-ഉം QoS-ഉം QoS ക്വാളിറ്റി QoS TOS QoS. എല്ലാരും ഉള്ളപ്പോ ചോദിക്കാൻ മടി, അതാ ചോദിക്കാതെ ഇരിക്കുന്ന അനങ്ങാതെ. Why do QoS parameters need to be defined in network operation? കണ്ടോ ക്വസ്റ്റ്യൻ കണ്ടോ?
അപ്പൊ അതുകൊണ്ടാണ് TOSും QoSും നോക്കി വെച്ചേക്കണം എന്ന് പറഞ്ഞത്. ഒത്തിരി ടഫായിട്ടുള്ള ഇതൊന്നും കണ്ടില്ല. കുറെ പ്രാവശ്യം വന്നിരിക്കുന്ന ഇപ്പൊ പറഞ്ഞ ഏരിയാസ് എല്ലാം ഒന്ന് നോക്കി വെക്കുവാണെന്നുണ്ടെങ്കിൽ IP ക്ലാസ്സിനെ കുറിച്ച് ധാരണ വെക്കുക. ഓരോ ക്ലാസ് എയിൽ വരാൻ പറ്റുന്ന വാല്യൂ സ്റ്റാർട്ടിങ് എത്ര തൊട്ട് എത്ര വരെ IP ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ ക്ലാസ് എയിൽ വരുന്ന, ക്ലാസ് ബിയിൽ വരുന്ന, ക്ലാസ് സിയിൽ വരുന്ന ഇത് നോക്കുക. ഈ ഹെഡറിന്റെ സെഗ്മെന്റ് ഹെഡറുകൾ TCPയുടെ ആയിക്കോട്ടെ IPയുടെ ആയിക്കോട്ടെ ഹെഡർ അതിനകത്ത് വരുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കുക. പിന്നെ ഒരുപാട് പ്രാവശ്യം വന്നിരിക്കുന്നതാണ് DNSഉം ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗർ DHCPയുടെ കേസസ് ആണ് പിന്നെ കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ സോക്കറ്റ് ഇന്റർഫേസിനകത്തെ ഫംഗ്ഷൻസിനെ കുറിച്ചുള്ളത്. ഇത്രയാണ് എന്റെ കാഴ്ചയിൽ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പല പ്രാവശ്യം വന്നിരിക്കുന്നത് കണ്ടേക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞതെല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഓർക്കുന്നു. ഉണ്ട് മിസ്സേ. ഈ പറഞ്ഞ ആ ടേംസുകള് ഞാൻ പറയാം. ഫസ്റ്റ് ബ്ലോക്കും ലാസ്റ്റ് ബ്ലോക്കും എസ്പെഷ്യലി തിയറി കുറെ പോർഷൻസ് ഉണ്ട്. ആ തിയറി പോർഷൻസ് നന്നായിട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ കുറെ മാർക്ക് കിട്ടും. പിന്നെ ഫസ്റ്റ് ബ്ലോക്ക് ഈ രണ്ടെണ്ണം കൂടെ നന്നായിട്ട് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് നല്ല മാർക്കുള്ള. പിന്നെ സോക്കറ്റ് ഇന്റർഫേസിന്റെ ആ കുറച്ച് പോർഷൻസിനകത്ത് മാത്രമേ ഒരു പ്രോഗ്രാമിംഗ് ഫേസ് വരുന്നുള്ളൂ. ആ പ്രോഗ്രാമിംഗ് ഫേസിനകത്ത് പ്രോഗ്രാം സ്കെച്ച് ഫുൾ ആയിട്ട് എഴുതാൻ പറ്റില്ല. അൽഗോരിതം എഴുതാൻ വേണ്ടിയിട്ട് അതിന്റെ സിന്റാക്സ് ഉണ്ട്. പ്രോട്ടോടൈപ്പ് എന്ന് പറയില്ല. ആ പ്രോട്ടോടൈപ്പിംഗ് മാത്രം ഒന്ന് ഓർത്ത് വെക്കണേ. അത് പഠിക്കാൻ എളുപ്പമായി. എന്താണ് ഓരോ ഇതിനകത്തോടും പാസ് ചെയ്ത് പോയിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ള മാത്രം അതിനകത്ത് ചാപ്റ്ററിനകത്ത് വരും. ഇനി അത് ടഫാന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ലാസ്റ്റിലെ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ എളുപ്പമാണ്. അതിനകത്ത് നിന്ന് ഒരുമാതിരിപ്പെട്ട് നല്ല മാർക്ക് അതിനകത്ത് കവർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ബ്ലോക്ക് ലാസ്റ്റ് ബ്ലോക്ക് അല്ലേ? ഫസ്റ്റ് ബ്ലോക്ക് ലാസ്റ്റും. ഫസ്റ്റ് എനിക്ക് തോന്നുന്നു 4 ചാപ്റ്റർ ഉണ്ടെന്ന് തോന്നുന്നു. ലാസ്റ്റ് 4 ചാപ്റ്റർ. ആ 8 ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് അതിനകത്തെ ക്വസ്റ്റ്യൻസിനെ ബേസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിനകത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കയ്യിലില്ലേ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടിട്ടില്ലേ? ഉണ്ട്. അപ്പൊ ആ ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നും ലാസ്റ്റ് ബ്ലോക്കിൽ നിന്നും വന്ന ക്വസ്റ്റ്യൻസിനെ ആദ്യം ഫോക്കസ് ചെയ്ത് പഠിക്കാം. എന്നിട്ട് ഇടയ്ക്കത്തെ എടുത്താൽ മതി. അഡീഷൻ ടൈം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ ആദ്യത്തെ 2 കഴിഞ്ഞ ശേഷം അത് ഓൾമോസ്റ്റ് കവർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാത്രം അടുത്തേക്ക് കയറിയാൽ മതി കേട്ടോ. അത് കയറുമ്പോൾ നമ്മുടെ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയ അതിന്റെ സ്ട്രക്ചർ ഉണ്ടല്ലോ. ജസ്റ്റ് പ്രോട്ടോടൈപ്പ് ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുക, ആ ഫംഗ്ഷൻ അതോടെ പാസ് ചെയ്ത് പോയിരിക്കുന്ന ഏതൊക്കെയാണെന്ന് അതെങ്കിലും നോക്കിയാൽ മതി. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായല്ലോ. ഇങ്ങനെ IP അഡ്രസ് വന്ന് അതിന്റെ സെപ്പറേറ്റ് അഡ്രസ് കണ്ടുപിടിക്കാനായിട്ട് പറയുമ്പോൾ ഈ തരുന്ന IP വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ട് ബൈനറി വാല്യൂ കൺവേർഷൻ കൊടുക്കണേ. എന്നിട്ട് അതിനകത്ത് ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കിട്ടുന്ന റിസൾട്ട് വീണ്ടും ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാം. ബൈനറി ആയിരിക്കും. അതിനകത്ത് വീണ്ടും ഡെസിമൽ വാല്യൂ കൺവേർഷൻ കൊടുക്കാം. ഇനി ഇയാൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നോക്കിയിട്ട് എന്തെങ്കിലും പറയേണ്ട ടേമുകളുണ്ടോ? ഓതന്റിക്കേഷൻ, കോൺഫിഡൻഷ്യൽ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കാനുണ്ടോ? മിസ് കറക്റ്റ് നമ്മൾ പഠിച്ചു തുടങ്ങാതെ എനിക്കിപ്പം കഴിഞ്ഞ ആഴ്ച മൊത്തം പ്രോജക്റ്റിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു ഡയറക്റ്റ് ആയിട്ട്. അതുകൊണ്ട് അത് പഠിക്കാനൊന്നും പറ്റില്ല. ശരിക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതേ ഉള്ളായിരുന്നു. ഇതിന്റെ പഠിക്കാനായിട്ട് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തതിൽ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയോ? എനിക്കിപ്പം സത്യം ഞാൻ ആദ്യം എന്താ പഠിക്കേണ്ടതെന്ന് പോലും അറിയത്തില്ല. ഇപ്പൊ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഒക്കെ പറയാൻ തുടങ്ങിയ പിന്നെ എനിക്ക് മൊത്തം ക്ലിയർ അല്ല. ഇപ്പൊ ഇച്ചിരി ക്ലിയർ ആയി. ഇച്ചിരി ഡയറക്റ്റ് ചോദിച്ചു പറഞ്ഞ് മനസ്സിലായി. അപ്പം ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഇന്ന ടോപ്പിക്കാന്നൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചോദിച്ചു പറഞ്ഞ് മാർക്ക് ചെയ്തപ്പോ. മറ്റേത് എനിക്ക് എങ്ങും എത്തുന്നില്ല. ഈ നെറ്റ് ബ്രേക്ക് ആയി പോകുന്നുണ്ട്. ഞാൻ ഇതിങ്ങനെ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂവിനെ കുറിച്ച് ഇങ്ങനെ ഒരു ഇഷ്യൂ ഇതുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ ലാസ്റ്റ് ചെയ്ത പോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങോട്ട് ഇതേപോലെ പേസ്റ്റ് ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു. ബ്ലോക്കിനകത്ത്
ക്വസ്റ്റ്യൻസ് ആ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതെനിക്ക് ആ ലാസ്റ്റ് യൂണിറ്റ് ആയപ്പോഴത്തേക്കാണ് ഞാൻ അങ്ങനെ ചെയ്തു തുടങ്ങിയത്. അതിനു മുമ്പ് ഞാൻ ചെയ്തുമില്ലായിരുന്നു. ക്ലാസ് കേട്ട് പോവുകയാണല്ലോ എന്നുള്ള രീതിയിൽ. ആ ആ ഓക്കെ. പിന്നെന്താ വെച്ചാൽ മിസ് ഇപ്പം എനിക്ക് മിസ്സിനോട് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാൻ, മിസ്സേ ഇതുപോലെ കേൾക്കുന്നില്ല പറയാൻ. മറ്റേത് ചോദിക്കാൻ ഒരു മടി കാരണം ഇങ്ങനെ ഇരുന്ന് പലതും കേൾക്കത്തില്ല, അങ്ങ് ബ്രേക്ക് ആയി പോവായിരുന്നു. ഞാനും അപ്പൊ എന്താ അതിനകത്ത് വെച്ചാൽ ഇങ്ങനെ ഇത് ചില ടോപ്പിക് പോർഷൻസ് മിസ്സേ കവർ ചെയ്ത് എത്തുമോ എന്നുള്ള ഒരു ടെൻഷൻ കാരണം ഞാനാണെങ്കിലും സ്പീഡിലാ പോകുന്നത്. ആ ഇത്രയും ചാപ്റ്റേഴ്സ് ഈ സമയം കൊണ്ട് എത്തിപ്പെടാൻ പറ്റുമോ എന്നുള്ളതുകൊണ്ടേ. നമ്മൾ നോർമലി ആ നമ്മൾ ആ കവർ ചെയ്ത് പോകുന്ന ഒരു പാറ്റേണിലല്ലല്ലോ നിങ്ങൾക്ക് പോകുന്നത്. ആ അതുകൊണ്ട് പക്ഷെ ഇപ്പൊ എനിക്ക് ഇച്ചിരൂടെ ടോപ്പിക്ക് ക്യാച്ച് ചെയ്യാൻ ഇന്നത് പഠിച്ചാൽ മതി എന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. മറ്റേ ആ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഈ ബ്രേക്ക് മിസ് പറഞ്ഞു തീർന്നു കഴിഞ്ഞാൽ അടുത്ത ഭാഗം കേൾക്കത്തില്ല. അപ്പൊ പിന്നെ എന്താ ആ കണക്ട് ആ ചെയ്യാൻ ആ പറ്റത്തില്ലായിരുന്നു എനിക്ക് പലതും. അപ്പൊ ഇനി ഇയാള് ഇമ്പോർട്ടന്റ് പഠിക്കുന്ന ക്വസ്റ്റ്യൻസും സമയത്ത് ഞാൻ പറഞ്ഞ ആദ്യത്തെ ഫസ്റ്റ് ആ ബ്ലോക്കും ലാസ്റ്റ് ബ്ലോക്കും ഓൾമോസ്റ്റ് കവർ ചെയ്തതിന് ശേഷം അതിന്റെ മിഡിൽ ബ്ലോക്കിലേക്ക് എടുത്താൽ മതി. അത് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് കമ്പയർ ചെയ്ത് തന്നെ എടുത്താൽ മതി. ഉം, ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്ത് വന്നിട്ടുണ്ട് ആ നോക്കിയിട്ട് അതിൽ നിന്ന് നോക്കി എടുത്താൽ മതി കേട്ടോ. അപ്പൊ അതിനകത്ത് ആ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ഏരിയാസ് ആണ് ഞാൻ ഈ പറഞ്ഞത്. ആ മിസ്സേ അതുകൊണ്ട് ഇച്ചിരി എളുപ്പമായി. കാരണം വെച്ചാൽ മറ്റേ ഏതൊക്കെ പഠിക്കണം, ഇത് രണ്ടാമത്തെ അവസാനത്തെ ഇമ്പോർട്ടന്റ് ആണെന്നും മറ്റേ ജസ്റ്റ് നോക്കിയാൽ മതി എന്നുള്ളൊരു ഐഡിയ കിട്ടിയില്ലേ. അതൊന്നും കേൾക്കത്തില്ല, നമ്മൾ പറയുന്നൊന്നും കേൾക്കത്തില്ല, അതായി പ്രശ്നം വരുന്നത്. ആ പിന്നെ നെറ്റ് ക്ലിയർ അല്ലേ മിസ്സിനോട് എനിക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാനുള്ള ഫ്രീഡം കിട്ടുമ്പോൾ നമുക്ക് ചോദിക്കാമായിരുന്നു. മറ്റേ കേൾക്കുന്നതിന്റെ ബാക്കി കേട്ട് പോവുക, അത്രേ ഉള്ളായിരുന്നു. ഇതിനകത്ത് ഫയൽ അലൊക്കേഷൻ സിസ്റ്റത്തിന് ഫാറ്റ് 16 ഫാറ്റ് 32 ഒക്കെ നമ്മൾ സ്വന്തം നോട്ട് ഉണ്ടാക്കണം കേട്ടോ. കാരണം അത് ടെക്സ്റ്റിനകത്ത് അവൈലബിൾ അല്ലേ. 16 ആ 32 മിസ്സേ മൾട്ടിപ്പിൾ ടൈം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും അത് 16 16 32 ഫാറ്റ് 32. 32 ആ അത് നമ്മുടെ സ്റ്റോറേജ് സൈസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഫയൽ അലൊക്കേഷൻ ടേബിൾ 16 എന്ന് പറയുന്നത്. സാധാരണ 2 GB ബേസ് വെച്ച് ടെറാബൈറ്റ് ഇത് വരുന്ന സ്റ്റോറേജ് വരുമ്പോൾ അത് മാനേജ് ചെയ്യാനാണ് നമ്മൾ ഫാറ്റ് 32 യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു ഓക്കെ നോട്ട് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കണം. അത് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് അങ്ങനെ ഒരു സെപ്പറേറ്റ് പോർഷൻ ഇല്ല. പിന്നെ ഇടയ്ക്കിടയ്ക്കെല്ലാം കുറെ സ്പെല്ലിംഗ് മിസ്റ്റേക്സുകളും ഉണ്ട്. എന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്ന എന്തെങ്കിലും കാണുമോ? അതേ പറഞ്ഞ വോയിസ് ഓവർ IP ഒക്കെ ചോദിച്ചേക്കുന്നത്. വോയിസ് ഓവർ IP ഇല്ലേ, ക്ലിയർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആയില്ലായിരുന്നു. വോയിസ് ഓവർ IP എന്ന് പറയുന്ന ടോപ്പിക് ഒക്കെ ഇല്ലേ, ആ ആ VoIP ആ വോയിസ് ഓവർ IP, അത് നിങ്ങളുടെ ആ ആ ടെക്സ്റ്റിനകത്തില്ല. ക്ലൗഡ് ആ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ആ ടോപ്പിക് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വെച്ചാൽ നമുക്ക് ഇപ്പൊ കിട്ടുന്ന സ്റ്റോറേജ്, ഡേറ്റാബേസ് അങ്ങനെയല്ല, ഇന്റർനെറ്റ് വഴി ആക്സസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുമ്പോൾ. അതിന് ഇൻഫ്രാസ്ട്രക്ചർ, സോഫ്റ്റ്വെയർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സർവീസ് ആയിട്ട് അവൈലബിൾ ആയി കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ടോപ്പിക് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും അതിന്റെ സർവീസസും ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല, പക്ഷെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ ലാസ്റ്റ് പറഞ്ഞൊന്നും കേട്ടില്ല. മിസ് പറഞ്ഞു ഇപ്പം ഇല്ലെന്ന് പറഞ്ഞ ടോപ്പിക്സ് ഒന്നും എന്തൊക്കെയാണ്? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് കേട്ടു, പിന്നെ വോയിസ് ഓവർ VoIP IP, വോയിസ് കേട്ടു. ഓവർ IP അത് കേട്ടോ? ബാക്കി ക്ലിയർ ആയില്ല. വോയിസ് ഓവർ IP എന്ന് കേട്ടോ? വോയിസ് ഓവർ IP, വോയിസ് ഓവർ IP VoIP എന്ന് പറയുന്ന സാധനം. അത് ഇതിനകത്ത് ക്വസ്റ്റ്യൻ കണ്ടെങ്കിലും അത് ഇതിനകത്ത് ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ലിനക്സിന്റെ ടെക്സ്റ്റിനകത്ത് ലിനക്സ് കമാൻഡ്സിനെ കുറിച്ച് എങ്ങനെ യൂസർ ആഡ് ചെയ്യാൻ ഞങ്ങൾ ജനറൽ കുറെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പൊ അല്ലാത്തത് ലിനക്സിന്റെ മാനുവൽ എടുത്ത് ചെയ്യാനായിട്ട് പറഞ്ഞത്. അതിന്റെ മാനുവൽ PDF ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്ന ഏതാ മിസ്സേ? ലിനക്സ് കമാൻഡ്സ് ഇല്ലേ, ലിനക്സ് കമാൻഡ്സിന്റെ മാനുവൽ മിസ്സേ PDF, ക്ലിയർ ആയില്ലായിരുന്നേ. ലിനക്സിന്റെ കമാൻഡുകൾ PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് കിട്ടും, അവൈലബിൾ ആണ്. ഈ ഞാൻ പറഞ്ഞ ഫസ്റ്റ് ബ്ലോക്കും ലാസ്റ്റ് ബ്ലോക്കും പഠിച്ചു കഴിയുമ്പോൾ അതിനകത്ത് ഈ ലിനക്സിന്റെ കുറച്ച് കമാൻഡുകൾ ഉണ്ടാവുമല്ലോ. അത് ഈ ടെക്സ്റ്റിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത് തന്നെ എടുത്ത് കൂടുക പഠിച്ചാൽ മതി. അതിനപ്പുറം ഒന്നും ചോദിച്ചിട്ടില്ല കേട്ടോ.
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലിനക്സ് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ അത് മാത്രം എടുത്ത് നോക്കിയാൽ മതി. ഉം. ഉം, ഉം. ഇനി ഇതിനകത്ത് ഫ്രീക്വന്റ് ആയിട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം പറഞ്ഞു കേട്ടില്ല. അല്ല, ഇനി ഇതിനകത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയാൻ നമുക്ക് അങ്ങനെ ഒത്തിരി ഇനിയില്ല. ഇപ്പൊ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെയാണ് പല രീതിയിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കാര്യം ആദ്യം കവർ ചെയ്തതിനു ശേഷം മതി. ആ ആ ലിനക്സിന്റെ കമാൻഡ് എന്താ കേട്ടില്ല? ഞാനും കേട്ടില്ല. ഇങ്ങോട്ട് പറഞ്ഞായിരുന്നോ? സിന്റാക്സും യൂസർ ആഡ് കമാൻഡ് ലിനക്സ് ക്വസ്റ്റ്യൻ കിടക്കുന്നത്. ആ സിന്റാക്സ് അത് നമുക്ക് ഈ ഇപ്പൊ ലാസ്റ്റ് ബ്ലോക്കിനകത്ത് നമ്മൾ പുതിയ യൂസേഴ്സും മറ്റേ ഇതില്ലേ ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. സെക്കൻഡിന്റെ ഡിയുടെ കാര്യം ചോദിച്ചത്. ഇങ്ങനെ കേട്ടില്ല. സെക്കൻഡിന്റെ ഡിയുടെ കാര്യം യൂസർ സെക്യൂരിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ടായിരുന്നു. യൂസർ സെക്യൂരിറ്റി മാനേജ്മെന്റ്, ഡിസ്ക് മാനേജ്മെന്റ്, യൂസർ മാനേജ്മെന്റ് എന്നൊരു പോർഷൻ ഉണ്ട്. സെക്യൂരിറ്റിയിൽ യൂസർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ലാസ്റ്റ് ചാപ്റ്റർ ഈ തീരുന്നത് ബ്ലോക്ക് തീരുന്നത് ലാസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത യൂസർ മാനേജ്മെന്റ് എന്ന് പറയുന്ന പോർഷനകത്ത് അതിനകത്ത് കിടക്കുന്നതാണ് യൂസർ ആഡ് എന്ന് പറയുന്നത്. യൂസറിന്റെ കറസ്പോണ്ടിങ് ID ഉൾപ്പെടെ ക്രിയേറ്റ് ചെയ്ത് വരുന്ന സാധനമാണ്. അത് സ്റ്റോർ ചെയ്ത് പോകുന്ന ഹോം ഡയറക്ടറിയിലേക്ക് സ്റ്റോർ ചെയ്ത് പോകുന്ന ഒരു കേസിനെ കുറിച്ചാണ് അതിനകത്ത് പറയുന്നത്. അപ്പൊ യൂസർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ബ്ലോക്കിൽ ആ സാധനം കിടക്കുന്നത് കേട്ടോ. ഓക്കെ. ഫാറ്റിന്റെ എന്താ പറഞ്ഞ ചോദിച്ചേ? ഹലോ, ഞാൻ കേട്ടില്ല. ഫാറ്റ് 1632 ഫാറ്റ് 1632 പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അത് കിട്ടിയിട്ടില്ല. അതെന്താ വെച്ചാൽ ഒന്ന് 2 GB സ്പേസിനെ മാനേജ് ചെയ്യാനായിട്ട് കുറഞ്ഞ സ്പേസ് മാനേജ് ചെയ്യാനോ എന്നാ കേട്ടില്ല. ഫാറ്റിന്റെ കാര്യം ഫാറ്റ് ഫയൽ ലൊക്കേഷൻ ടേബിള് ഫാറ്റ് ഫാക്ട് 16 ഫാക്ട് 32ന്റെയും എല്ലാ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് ഫാറ്റ് 16 ഫാറ്റ് 32 കാണുന്നുണ്ട്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫാറ്റ് 16 ആൻഡ് ഫാറ്റ് 32. രണ്ടും ഫയൽ അലോക്കേഷൻ ടേബിൾ എന്ന് പറയുന്നത് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിനകത്ത് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് നമ്മുടെ ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യില്ലേ, അതിലേക്ക് നമ്മൾ ചെയ്യുന്ന ഡാറ്റ ഉണ്ടല്ലോ, അത് പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യണമല്ലോ. ഈ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത അത് എളുപ്പത്തിൽ റിട്രീവ് ചെയ്യാനും കിട്ടണം. നമ്മൾ അതിനെ മോഡിഫൈ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ പിന്നീട് യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ആ സാധനം കിട്ടണം. അപ്പൊ അത് എവിടെയാണ് വെക്കുന്നത്, അതിൽ ഡിസ്കിനകത്ത് എവിടെയാണ് ഫ്രീ സ്പേസ് ഉള്ളത്, എവിടേക്കാണ് അത് വെക്കേണ്ടത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഒരു ടേബിൾ സ്ട്രക്ചറിൽ സ്റ്റോർ ചെയ്യും. ഇൻഡെക്സിംഗ് എന്ന് പറയും. ഇപ്പൊ നമുക്കൊരു ബുക്ക് വായിക്കുമ്പോൾ നമ്മളുടെ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് അതിനകത്തുണ്ടോ, ഉണ്ടെങ്കിൽ അത് എത്രാമത്തെ പേജിലാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ അതിന്റെ മുമ്പ് നോക്കുകയല്ലേ. കണ്ടന്റ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ പുറകില കേട്ടോ, കണ്ടന്റ് അല്ല, അതിന്റെ പുറകിൽ നമ്മൾ എടുത്ത് നോക്കുകയല്ലേ. ഓരോ ടോപ്പിക്കും നമ്മൾ എയിൽ തുടങ്ങുന്ന എന്തൊക്കെ ടേംസ് ഉണ്ട് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പേജ് നമ്പർ, ബിയിൽ തുടങ്ങുന്ന എന്തൊക്കെ സാധനങ്ങൾ അതിന് കറക്റ്റ് ആയിട്ട് പേജ് നമ്പർ ഉൾപ്പെടെ കാണുന്നത്. അപ്പൊ നമുക്ക് വേണ്ട ഒരു സാധനം, നമ്മൾക്ക് ഒരു വേർഡ് ആണ് നമ്മൾ ചോസ് ചെയ്യുന്നത്. ഇപ്പൊ ഫാറ്റ് എന്നുള്ള ടേം ആണ് യൂസ് ചെയ്യുക, എഫ് എന്ന് പറയുന്ന സെക്ഷനായിട്ടും ഇപ്പൊ കേക്കാവോ? കേൾക്കുന്നില്ല.
ഇത് ഫയൽ അലൊക്കേഷൻ ഇപ്പൊ ടേബിളിന്റെ കേൾക്കാന്ന് പറയുന്നത് ഒട്ടും വരുന്നില്ല. പഠിപ്പിക്കുമ്പോ ഫയൽ അലൊക്കേഷൻ പഠിപ്പിക്കാൻ മാത്രം ടേബിൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഫയൽ അലൊക്കേഷൻ ടേബിൾ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ, ഇൻഡെക്സിങ് സ്ട്രക്ചർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ അതെന്താന്ന് വെച്ചാൽ ഈ 16 എന്ന് പറഞ്ഞ് കൊടുക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആദ്യ കാലങ്ങളിലെ സ്റ്റോറേജ് 2 GB വരെയുള്ള ഏരിയാസിനകത്ത് നമ്മൾ 16 ബിറ്റ് പാറ്റേൺ, നമ്മൾ പ്രോസസിംഗ് കപ്പാസിറ്റി നമ്മൾ എടുക്കുകയല്ലേ, അപ്പൊ അത്രയും ബിറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റിയിൽ നമ്മളോട് 2 GB പാറ്റേണിലാണ് നമ്മൾ എന്തെടുക്കുന്നത്, FAT16 യൂസ് ചെയ്തിരുന്നത്. അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി എവിടെയാണ് ഫയലുകൾ സ്റ്റോർ ചെയ്ത് ഫ്രീ ലൊക്കേഷൻ ഏതാണെന്ന് മനസ്സിലാക്കി അവിടേക്ക് സ്റ്റോർ ചെയ്യാനും അവിടെ നിന്ന് തിരിച്ചെടുക്കാനും വേണ്ടിയിട്ടുള്ള ടേബിൾ സ്ട്രക്ചർ ആണെന്ന് മനസ്സിലോർത്ത് വെക്കാം. ഇത് ഹാർഡ് ഡിസ്കിലെ ഒരു പോർഷൻ തന്നെയാണ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, ഈ ഫാറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓപ്പൺ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ സേവ് ചെയ്യാനായിട്ടോ പോകുമ്പോൾ ആദ്യം ആക്സസ് ചെയ്യപ്പെടുന്ന ഒരു ഏരിയ. എന്തെങ്കിലും ആവുന്നുണ്ടോ? ഒന്നും മറുപടി ഒന്നും വരുന്നില്ല. മിസ് പറഞ്ഞത് കേട്ടു. ഇതിനെ പറ്റി പറഞ്ഞ ഫാറ്റിനെ പറ്റി പറഞ്ഞത് കേട്ടു ഞാൻ. ഞാൻ മിസ്സിനോട് ചോദിച്ചിരുന്നു. അപ്പൊ അത് എന്നോട് ചോദിച്ചത് എന്തായിരുന്നു ചോദിച്ചത്? കേൾക്കുന്നില്ലല്ലോ. എന്താ ചോദിച്ചത്? കേൾക്കില്ല. എന്താ ചോദിച്ചത്? മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാം. സ്ഥിരം എന്ന് പറയാൻ പറ്റില്ല, പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. ഒരു 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. DNSഉം DHCP പോലെ അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ സിമ്പിൾ ആണ്, പഠിക്കാൻ എളുപ്പമുള്ള ഒരു പോർഷൻ ആണ്. DNSഉം DHCP എന്ന് പറയുന്നത് DNSഉം DHCP ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും തന്നെ വരുന്ന ഒരു പോർഷൻ ആണത്. അത്രയും ഇമ്പോർട്ടന്റ് അല്ല എന്ന് മാത്രം ഇത്. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും കാണുമ്പോ തോന്നുന്നുണ്ടോ? പിന്നെ ഞാൻ പറഞ്ഞത് ഈ ഒരു സാധനം ആയിട്ടോ മസ്റ്റ് ആയിട്ട് ഒന്ന് ഓർത്ത് വെക്കാൻ പറഞ്ഞ വാട്ട് ഈസ് മീൻ ബൈ ബൈറ്റ് ഓർഡറിങ്, അതിന്റെ ഡിഫറെന്റ് ഹോസ്റ്റ് ടു നെറ്റ്വർക്ക് ഷോർട്ട്, ഹോസ്റ്റ് ടു നെറ്റ്വർക്ക് ലോങ്, നെറ്റ്വർക്ക് ടു ഹോസ്റ്റ് ഷോർട്ട്, നെറ്റ്വർക്ക് ഹോസ്റ്റ് ലോങ് എന്ന് പറയുന്ന ഈ 4 കേസ് വെച്ചാൽ 16ഉം 32 ബേസ് ചെയ്തുകൊണ്ട് ഷോർട്ടും ലോങ് 16 ആണ്, മറ്റേത് 32 ആണ്. 16ഉം 32 ബിറ്റ് ബേസ് കൺസെപ്റ്റ് ഇല്ലേ? ക്ലിയർ ആവുന്നില്ലേ? ആണോ? ഈ ക്വസ്റ്റ്യൻ കൊണ്ടോ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഞാൻ സ്ക്രീനിൽ വെച്ചിരിക്കുന്നത് ബൈറ്റ് ഓർഡറിംഗ് എന്ന് പറഞ്ഞ് ഞാൻ എടുത്തു വെച്ചിട്ടില്ലേ? ഈ ബൈറ്റ് ഓർഡറിംഗും ഈ സീക്വൻസുകളും എനിക്ക് ക്ലിയർ ആയില്ലായിരുന്നേ. സ്ക്രീനും കാണത്തില്ല. എനിക്ക് ഇയാള് പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല. ഞാൻ പിന്നെ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാന്ന് മാത്രം. എനിക്ക് സ്ക്രീനും കാണില്ല, ബ്രേക്ക് ആവുന്നുണ്ട്. ഷോർട്ട് എന്ന് പറയുന്നത് 16, ലോങ് എന്ന് പറയുന്നത് 32 ആണ്. സ്ക്രീനും കാണുന്നില്ലേ? ഇല്ലില്ല, സ്ക്രീൻ കാണുന്നില്ല. ബൈറ്റ് ഓർഡറിംഗ് എന്ന് പറഞ്ഞ ടേം പഠിച്ചു വെച്ചോ, ഓർത്തു വെച്ചോ. ബൈറ്റ് ഓർഡറിംഗ്, ഇത് ബൈറ്റ് ഓർഡറിംഗ് ടേം ഓർത്ത് വെക്കുക. ബൈറ്റ് ഓർഡറിംഗ് ഇവിടെ എഴുതി വെക്കുക. ബൈറ്റ് ഓർഡറിംഗിനകത്ത് 4 ഓപ്ഷൻസ്. ഇപ്പം കാണാം മിസ്സേ ബൈറ്റ് ഓർഡറിംഗ്. ഓക്കെ. ബൈറ്റ് ഓർഡറിംഗിനകത്ത് 4 കേസസ് ഉണ്ട്. 4 കേസ് കേട്ടോ. ആ 4 കേസും കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. കാരണം 2 തരം നമ്മുടെ ആർക്കിടെക്ചറിനകത്ത് ബിഗ് എൻഡ് ലിറ്റിൽ എൻഡ്. ബിഗ് എൻഡ് ലിറ്റിൽ എൻഡ് എന്ന് പറയുന്ന അഡ്രസ്സിനുണ്ട്. നമ്മളെ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് എവിടെ ഏത് വാല്യൂലാണ്, അഡ്രസ് വാല്യൂലാണ് സ്റ്റോർ ചെയ്യുന്നതനുസരിച്ച്
ഈ ബൈറ്റോറന്റ് ടോപ്പിക് മറക്കാതെ വായിച്ചാൽ മതി. ആ ഏരിയയിലകത്ത് ഈ സാധനം കിടപ്പുണ്ട്. ഈ അതിനകത്ത് നാലിലാണോ? ജസ്റ്റ് നമ്മൾ ടെറ്റ് വർക്കിൽ നമ്മള് ഇത് തന്നെ ഉം. നെറ്റ്വർക്ക് ബിഗ് ഇന്ത്യൻ പാറ്റേണിലാണ് പോകുന്നത്. അപ്പൊ അതിലേക്കുള്ള കൺവേർഷൻസ് വേണ്ടി വരും എന്നുള്ളത് കേട്ടോ. പിന്നെ ഇത് ഈ ഒരു സാധനം ഇതിനകത്ത് ടെക്സ്റ്റിൽ ഇല്ല കേട്ടോ. കമ്പയർ ആൻഡ് TCP IP ആൻഡ് OSI മോഡൽ എന്ന് സെപ്പറേറ്റ് പറഞ്ഞിട്ടില്ലേ, ഇതൊന്ന് റെഫർ ചെയ്തെടുക്കണേ. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് TCP IP OSI. OSIയില് 7 ലേയേഴ്സ് ആണ്, നമ്മുടെ TCP IPയിലെ 4 ലേയേഴ്സ് ആയിട്ട് മാറിയേക്കുന്നത് കേട്ടോ. OSIയില് 7 ലേയേഴ്സ്, ഇതിനകത്ത് TCP IPയിലെ 4 ലേയേഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. അതിനകത്ത് രണ്ടെണ്ണത്തും കോമൺ ആയിട്ട് ട്രാൻസ്പോർട്ട് ലെയർ മാത്രമാണ് കോമൺ ആയിട്ട് നിന്ന് പോകുന്നത്. നമുക്ക് ശരിക്കും ആക്ച്വലി നമ്മുടെ ടെക്സ്റ്റിനകത്ത് TCP IP സ്യൂട്ടിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണ് വരുന്നത്. പക്ഷെ അതിന് OSIയുടെ ഹെൽപ്പ് അല്ലെങ്കിൽ OSIയിൽ നിന്ന് എങ്ങനെയാണ് ഇത് വന്നേക്കുന്നുള്ള തരം ഒന്ന് റെഫറൻസ് മോഡൽ ആയിട്ടും ഒന്ന് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ റേഞ്ചിലേക്കുമാണ് നമ്മൾ എടുത്തേക്കുന്നത്.